ഷഹാദത്തെ ഹക്ക് അഥവാ സത്യസാക്ഷ്യം. അബുൽ അഅ്ല മൗദൂദി. ഇസ്ലാം വിശ്വാസികളിൽ നിന്നാവശ്യപ്പെടുന്ന സത്യസാക്ഷ്യത്തിൻ്റെ വിവക്ഷ വിശുദ്ധ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുന്ന ചെറുതെങ്കിലും ബൃഹത്തായ ഒരു ഗ്രന്ഥമാണിത്. 20-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക നവോത്ഥാന നായകനും പ്രമുഖ പണ്ഡിതനുമായ സയ്യിദ് അബുൽ അഅ്ല മൗദൂദി 1946 ഡിസംബർ 30 ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭിമുഖ്യത്തിൽ ലാഹോറിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ചെയ്ത പ്രൗഢമായ പ്രസംഗത്തിൻ്റെ മലയാള വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. വിവർത്തനം VP മുഹമ്മദ് അലി. സത്യസാക്ഷ്യം. പ്രപഞ്ചത്തിൻ്റെ ഏക സ്രഷ്ടാവും നിയന്താവും ഭരണകർത്താവുമായ അല്ലാഹുവിന് സർവസ്തോത്രം. ആത്യന്തികമായ യുക്തിയോടും ശക്തിയോടും കാരുണ്യത്തോടും കൂടി അവൻ അതിനെ ഭരിച്ചുപോരുന്നു. മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. അവന് ജ്ഞാനവും ബുദ്ധിശക്തിയും പ്രദാനം ചെയ്തു. ഭൂമിയിൽ തന്റെ പ്രാതിനിധ്യം നൽകി അനുഗ്രഹിച്ചു. അവന്റെ മാർഗദർശനത്തിനായി ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്തു. മനുഷ്യർക്ക് മനുഷ്യത്വം പഠിപ്പിക്കുവാനായി ആഗതരായ മനുഷ്യന്റെ ജീവിതോദ്ദേശത്തെപ്പറ്റി അറിവു നൽകിയ അവന് ഉത്തമ ജീവിതമാർഗം നിർദ്ദേശിച്ച ആ സദ്വൃത്തരും സുഹൃതികളുമായ ദൈവദൂതരിൽ അല്ലാഹുവിന്റെ അളവറ്റ കരുണാകടാക്ഷങ്ങൾ സദാ വർഷിക്കുമാറാകട്ടെ. ഇന്ന് ലോകത്ത് സന്മാർഗപ്രകാശത്തിന്റെയും സത്യനന്മകളുടെയും സദാചാര സൽസ്വഭാവങ്ങളുടെയും വല്ല അംശവും കാണപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവനിയുക്തരായ അതേ മഹാത്മാക്കളുടെ ഉത്തമ മാർഗദർശനത്തിന് ഫലമാണ്. അവരോടുള്ള കടപ്പാടിൽ നിന്ന് മനുഷ്യന് ഒരിക്കലും ഒഴിവാകാവതല്ല. ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, നാം നമ്മുടെ സമ്മേളനങ്ങളെ പൊതുവിൽ രണ്ടായി ഭാഗിക്കാറുണ്ട്. അതിലൊന്നാമത്തേതിൻ്റെ ഉദ്ദേശ്യം നാം കൂടിയിരുന്ന് നമ്മുടെ പ്രവർത്തനം പരിശോധിക്കുകയും അതിനെ മുന്നോട്ട് നയിക്കുന്നതിനെക്കുറിച്ച് കൂടിയാലോചന നടത്തുകയുമാണ്. രണ്ടാമത്തേതിൻ്റെ ഉദ്ദേശ്യം യോഗപ്രദേശത്തുള്ള പൊതുജനങ്ങൾക്ക് നമ്മുടെ പ്രബോധനം സമർപ്പിക്കുകയാണ്. രണ്ടാമത് സൂചിപ്പിച്ച ഉദ്ദേശ്യം മുൻനിർത്തിയുള്ളതാണ് ഇപ്പോഴത്തെ സമ്മേളനം. നമ്മുടെ പ്രബോധനം എന്താണെന്നും എന്തിലേക്കാണെന്നും അറിയിക്കുവാനാണ് നിങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രബോധനത്തിന്റെ ഒരു വശം ആദ്യമേ മുസ്ലിം മാത്രമായിരിക്കുന്ന ജനങ്ങളോടാണെങ്കിൽ മറുവശത്ത് മുസ്ലിം അല്ലാത്ത സകല ജനങ്ങൾക്കും പൊതുവായിട്ടുള്ളതുമാണ്. അവരിൽ ഓരോ വിഭാഗത്തിനും നമ്മുടെ പക്കൽ സന്ദേശമുണ്ട്. എന്നാൽ രണ്ടാം വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ ഇവിടെ കാണാൻ കഴിയാത്തതിൽ എനിക്കതിയായ വ്യസനമുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാലത്തെ അബദ്ധങ്ങളുടെയും ഇന്നത്തെ വിവേകരാഹിത്യത്തിന്റെയും ഫലമായി ദൈവത്തിന്റെ അടിമകളിൽ വമ്പിച്ച ഒരു വിഭാഗം നമ്മെ വിട്ടകന്നു പോയിരിക്കുന്നു. അവരെ നമ്മുടെ അടുത്തേക്ക് ക്ഷണിച്ചോ നാം അവരുടെ അടുത്തേക്ക് ചെന്നോ നമ്മുടെയും അവരുടെയും നാഥനായ അല്ലാഹു സകലരുടെയും മാർഗദർശനത്തിനായി തന്റെ പ്രവാചകന്മാർ മുഖേന അയച്ചു തന്നിട്ടുള്ള സന്ദേശം അവരെ കേൾപ്പിക്കാനുള്ള സന്ദർഭം ദുർലഭമായേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഏതു നിലക്കും ഇപ്പോൾ അവരിവിടെ സന്നിഹിതരല്ലാത്ത സ്ഥിതിക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമായുള്ള പ്രബോധനത്തിന്റെ വശമാണ് ഞാനിവിടെ സമർപ്പിക്കുന്നത്. മുസ്ലിങ്ങളെ നാം ക്ഷണിക്കുന്നത് മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് തങ്ങളുടെ മേൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുകയും നിറവേറ്റുകയും ചെയ്യുക എന്നതിലേക്കാണ്. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അല്ലാഹുവേയും അവന്റെ ദീനിനെയും ഞങ്ങൾ സമ്മതിക്കുന്നു എന്നു പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടുക സാധ്യമല്ല. അല്ലാഹുവിനെ നമ്മുടെ ദൈവമായും ദീനിനെ നമ്മുടെ ദീനായും സമ്മതിക്കുന്നുവെങ്കിൽ അതോടൊപ്പം ചില ഉത്തരവാദിത്തങ്ങളും നമ്മിൽ വന്നു വീഴുന്നു. അവയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടായിരിക്കണം. അവയുടെ നിർവഹണത്തെപ്പറ്റി നാം ചിന്തിക്കുകയും വേണം. നമ്മൾ അവ നിറവേറ്റാതിരിക്കുന്ന പക്ഷം അതിന്റെ ദുഷ്ഫലങ്ങളിൽ നിന്ന് ഇഹലോകത്തോ പരലോകത്തോ രക്ഷ പ്രാപിക്കുന്നതല്ല. എന്തൊക്കെയാണ് പ്രസ്തുത ഉത്തരവാദിത്വങ്ങൾ? അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും ദൂതന്മാരിലും പരലോകത്തിലും വിശ്വസിക്കുക മാത്രമല്ല, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇവ അനുഷ്ഠിക്കുകയും മാത്രമല്ല, വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയ ഇടപാടുകളിൽ ഇസ്ലാം നിശ്ചയിച്ച നിയമവ്യവസ്ഥകൾ പാലിക്കുക മാത്രവുമല്ല അത്. ഇതിനെല്ലാം ഉപരിയായി ഭാരിച്ചതും ഗുരുതരവുമായ ഉത്തരവാദിത്വം കൂടി നമ്മുടെ മേൽ വന്നുചേരുന്നു. നാം ദൃഢമായി വിശ്വസിക്കുന്ന സത്യത്തിനു വേണ്ടി മുഴുവൻ ലോകത്തിന്റെയും മുമ്പിൽ സാക്ഷികളായി നിലകൊള്ളുക എന്നതാണ് അത്. മുസ്ലിങ്ങൾ എന്ന പേരിൽ സ്വതന്ത്ര സമുദായമായി നമ്മെ സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശ്യം വിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളത് ദൈവത്തിന്റെ അടിമകളുടെ മേൽ സത്യസാക്ഷ്യമാകുന്ന ദൈവിക ലക്ഷ്യം നാം പൂർത്തീകരിക്കുക എന്നത് തന്നെയാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ.
അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കാൻ വേണ്ടി, പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടിയും. ഇതാണ് നമ്മുടെ സമുദായത്തിന്റെ ഏക ജീവിതോദ്ദേശ്യം. നാം ഇത് പൂർത്തീകരിച്ചില്ലെങ്കിൽ ജീവിതം തന്നെ പാഴാക്കി എന്നർത്ഥം. കാരണം അള്ളാഹു നമ്മുടെ മേൽ ചുമത്തിയിട്ടുള്ള നിർബന്ധ കർത്തവ്യമാണിത്. അവൻ ആജ്ഞാപിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. വിശ്വസിച്ച ജനങ്ങളെ, നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരാകുവിൻ. ഇതൊരു കേവല കൽപ്പനയല്ല, നിർബന്ധ കൽപ്പനയാണ്. അള്ളാഹു അരുളുന്നു, വമൻ അദ്ലമു മിമ്മൻ കതമ ഷഹാദതൻ ഇൻദഹു മിനല്ലാഹ്. അള്ളാഹുവിങ്കിൽ നിന്ന് തന്റെ പക്കലുള്ള സാക്ഷ്യത്തെ മറച്ചുവെക്കുന്നവനേക്കാൾ അക്രമി മറ്റാരാണ്? ഈ കർത്തവ്യം നിർവഹിക്കാത്തതിന്റെ അനന്തരഫലം എന്താണെന്നും അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് മുമ്പ് ജൂതന്മാർ ഈ സാക്ഷിക്കൂട്ടിൽ ഹാജരാക്കപ്പെട്ടു. അവർ കുറേയൊക്കെ സത്യത്തെ മറച്ചുവെച്ചു, കുറേയൊക്കെ സത്യത്തിനെതിരായി സാക്ഷി നിൽക്കുകയും ചെയ്തു. മൊത്തത്തിൽ സത്യത്തിനു പകരം അസത്യത്തിനു സാക്ഷികളായി തീരുകയാണ് അവരുണ്ടായത്. തൽഫലമായി അവർ അള്ളാഹുവിന്റെ കോപശാപങ്ങൾക്ക് പാത്രമാവുകയും നിന്ദ്യരും ഹീനരുമായി അധപ്പതിക്കുകയും ചെയ്തു. ദുരിബത് അലൈഹിമുദ്ദില്ലതു വൽ മസ്കനതു വബാഉ ബിഗളബിൻ മിനല്ലാഹ്. അവരുടെ മേൽ നിന്ദ്യതയും പതിത്വവും മുദ്രകുത്തപ്പെട്ടു. അള്ളാഹുവിങ്കിൽ നിന്നുള്ള കോപവുമായി അവർ മടങ്ങുകയും ചെയ്തു. നമ്മുടെ മേൽ ചുമത്തപ്പെട്ട ഈ സത്യസാക്ഷ്യം കൊണ്ടുള്ള വിവക്ഷ എന്താണ്? നമുക്ക് ലഭിച്ച സത്യത്തെ, നമ്മിൽ പ്രകാശിതമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ, മനുഷ്യന്റെ വിജയ സൗഭാഗ്യത്തിന് നിദാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള ഏകമാർഗത്തെ നാം ലോകസമക്ഷം അവതരിപ്പിക്കുക. സത്യവും സന്മാർഗവും ഏതാണെന്ന് പ്രസ്പഷ്ടമായി തെളിയിക്കും വിധം സാക്ഷ്യം വഹിക്കുക. അങ്ങനെ ലോകജനതയിൽ ദീനിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നതാണത്. ഇതേ സാക്ഷ്യ നിർവഹണത്തിനാണ് പ്രവാചകന്മാർ ലോകത്ത് നിയോഗിക്കപ്പെട്ടത്. സാക്ഷ്യനിർവഹണം അവരുടെ നിർബന്ധ ചുമതലയായിരുന്നു. പിന്നീട് ഇതേ സത്യസാക്ഷി കർത്തവ്യം പ്രവാചകന്മാർക്കു ശേഷം അവരുടെ അനുയായികളിൽ ചുമത്തപ്പെട്ടു. ഇപ്പോൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു ശേഷം അനുയായികളിൽ അതിന്റെ ഉത്തരവാദിത്വം വന്നു ചേർന്നു. നബി തിരുമേനിയുടെ മേൽ ആ ജീവിതകാലത്തു തന്നെ വ്യക്തിപരമായി ചുമത്തപ്പെട്ട വിധം തന്നെ മുസ്ലിം സമുദായത്തിന്റെ മേൽ ഇന്നത് പൊതുവായി ചുമത്തപ്പെട്ടിരിക്കുന്നു. സത്യസാക്ഷ്യത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് ചിന്തിച്ചു നോക്കാം. മനുഷ്യവംശത്തിനായി അള്ളാഹു നിശ്ചയിച്ച അന്ത്യവിചാരണയുടെയും രക്ഷാശിക്ഷകളുടെയും നിയമസംബന്ധമായ മുഴുവൻ അടിസ്ഥാനവും ഇതേ സാക്ഷ്യമാകുന്നു. യുക്തി, കാരുണ്യം, നീതി എന്നിവയ്ക്ക് അധിപനാണ് അള്ളാഹു. തന്റെ പ്രീതി എന്തെന്നറിയാത്ത ജനങ്ങൾ അതിനെതിര് പ്രവർത്തിക്കുകയും സന്മാർഗമേതെന്നറിയാതെ ദുർമാർഗത്തിൽ ചലിക്കുകയും ചെയ്തതിന് അവരെ ശിക്ഷിക്കുക എന്നതും അവർക്കറിയാത്ത വിഷയങ്ങളിൽ അവരെ ചോദ്യം ചെയ്യുക എന്നതും അവന്റെ യുക്തിക്കും കാരുണ്യത്തിനും നീതിക്കും നിരക്കുന്നതല്ല. അതിനാൽ ഭൂമുഖത്ത് മനുഷ്യന്റെ അധിവാസം തന്നെ അള്ളാഹു ഒരു പ്രവാചകനെ കൊണ്ട് ആരംഭിച്ചു. പിന്നീട് അപ്പപ്പോൾ അസംഖ്യം പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടുവരുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സ്രഷ്ടാവിന്റെ അഭീഷ്ടം, നിങ്ങൾക്ക് ഇഹലോകത്ത് ശരിയായ ജീവിതമാർഗം, നിങ്ങളുടെ നാഥന്റെ പ്രീതി നേടുവാൻ നിങ്ങൾ കൈക്കൊള്ളേണ്ട നയം, നിർവഹിക്കേണ്ട ജോലി, നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ് എന്നിങ്ങനെ മനുഷ്യവംശത്തിന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു അതിന്റെ ഉദ്ദേശ്യം. അള്ളാഹു തന്റെ പ്രവാചകന്മാരാൽ ഇவ்விധം സത്യസാക്ഷ്യം നിർവഹിപ്പിച്ചത് സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങൾ അറിവില്ലാത്തവരായിരുന്നു, ഞങ്ങളെ അറിയിക്കാത്ത സംഗതിയുടെ പേരിലാണോ ഞങ്ങളെ ശിക്ഷിക്കുന്നത് എന്നു പറഞ്ഞ് അള്ളാഹുവിന്റെ മേൽ ലക്ഷ്യം സ്ഥാപിക്കുന്നതിന് ജനങ്ങൾക്ക് അവസരമുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണെന്നതാണ് ആ വാക്യം. റുസുലം മുബശ്ശിരീന വ മുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ വകാനല്ലാഹു അസീസൻ ഹകീമ. സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായ പ്രവാചകന്മാരെ നിയോഗിച്ചു. പ്രവാചകന്മാരുടെ ശേഷം ജനങ്ങൾക്ക് അള്ളാഹുവിനെതിരിൽ യാതൊരു ന്യായവും ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി പ്രതാപശാലിയും യുക്തിമാനുമാണ് അള്ളാഹു. ഇങ്ങനെ ജനങ്ങളുടെ മേൽ ലക്ഷ്യം പൂർത്തീകരിക്കുകയെന്ന തന്റെ ബാധ്യത അള്ളാഹു പ്രവാചകന്മാരുടെ മേൽ ചുമത്തി. അവർ പ്രസ്തുത കടമ ശരിക്കും മുറയ്ക്കും നിർവഹിക്കുന്ന പക്ഷം ജനങ്ങൾ തങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് സ്വയം ചോദ്യം ചെയ്യപ്പെടുവാൻ അർഹരാകും. സാക്ഷ്യനിർവഹണത്തിൽ വല്ല വീഴ്ചയും വരുത്തുന്ന പക്ഷം ജനങ്ങളുടെ ദുർമാർഗ ദുഷ്കർമ്മങ്ങളെപ്പറ്റി പ്രവാചകന്മാർ ചോദിക്കപ്പെടുകയും ചെയ്യും. ഈ ഗുരുതരമായ ഉത്തരവാദിത്വ സ്ഥാനത്താണ് പ്രവാചകന്മാർ നിശ്ചയിക്കപ്പെട്ടത്. മറ്റൊരു രീതിയിൽ പ്രവാചകന്മാർ ഒന്നുകിൽ സത്യസാക്ഷ്യം ഉറക്കെ നിർവഹിച്ച് ജനങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക, അള്ളാഹു നൽകിയ യഥാർത്ഥ ജ്ഞാനം ജനങ്ങളെ അറിയിച്ചില്ലെന്നും അള്ളാഹു പഠിപ്പിച്ച ശരിയായ ജീവിതമാർഗം ജനങ്ങളെ പഠിപ്പിച്ചില്ലെന്നുമുള്ള എതിർസാക്ഷ്യം പ്രവാചകന്മാരുടെ മേൽ സ്ഥാപിതമാവുക. ഇതായിരുന്നു പ്രവാചകന്മാരുടെ സ്ഥാനത്തിന്റെ ഗൗരവം.
ഇതേ കാരണത്താലാണ് പ്രവാചകന്മാർ തങ്ങളുടെ മേലുള്ള ഈ ഉത്തരവാദിത്ത ഭാരത്തെ ഗൗരവപൂർവം ഓർമ്മിച്ചത്. സത്യസാക്ഷ്യ നിർവഹണത്തിലും ജനങ്ങളുടെ മേൽ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിലും ആത്മാർപ്പണം ചെയ്ത് പരിശ്രമിച്ചുകൊണ്ടിരുന്നതും ഇതിനാൽ തന്നെ. പിന്നീട് പ്രവാചകന്മാർ മുഖേന സത്യജ്ഞാനവും സന്മാർഗവും ലഭിച്ച ജനങ്ങളാൽ ഒരു പാർട്ടി രൂപീകരിക്കപ്പെട്ടു. പ്രവാചകന്മാരുടെ മേൽ ചുമത്തപ്പെട്ടിരുന്ന അതേ സത്യസാക്ഷ്യ കർത്തവ്യം ഇപ്പോൾ ആ പാർട്ടിയുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതിനിധികളെന്ന നിലക്ക് മുമ്പ് പ്രവാചകന്മാർ നിർത്തപ്പെട്ട അതേ ഉത്തരവാദിത്ത സ്ഥാനത്ത് ഇപ്പോൾ അവരും നിർത്തപ്പെട്ടു. അതായത് അവർ സത്യസാക്ഷ്യ കർത്തവ്യം പൂർത്തീകരിക്കുന്ന പക്ഷം ജനങ്ങൾ ശരിപ്പെട്ടില്ലെങ്കിലും അവർക്ക് പ്രതിഫലം ലഭിക്കും. ശിക്ഷിക്കപ്പെടുന്നതോ ജനങ്ങളുമായിരിക്കും. സത്യസാക്ഷ്യ നിർവഹണത്തിൽ അവർ വീഴ്ച വരുത്തുകയോ സത്യത്തിനു പകരം അസത്യത്തിനു സാക്ഷ്യം വഹിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് മുമ്പ് അവരായിരിക്കും ചോദ്യം ചെയ്യപ്പെടുക. സ്വകർമ്മങ്ങളെക്കുറിച്ച് മാത്രമല്ല അവർ ചോദ്യം ചെയ്യപ്പെടുക, ശരിയായ സാക്ഷ്യം വഹിക്കാതിരിക്കുന്നതുകൊണ്ടോ തെറ്റായി സാക്ഷ്യം വഹിച്ചതു കാരണമായോ ദുർമാർഗികളും നാശകാരികളും അധർമ്മകാരികളുമായി കഴിഞ്ഞ ജനങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ചും അവർ ചോദ്യം ചെയ്യപ്പെടും. മാന്യരെ, ഇതാണ് സത്യസാക്ഷ്യമാകുന്ന ഗൗരവമുള്ള ആ ഉത്തരവാദിത്വം. എന്റെ മേലും നിങ്ങളുടെ മേലും മുസ്ലിം എന്ന് വാദിക്കുന്നവരടക്കം അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥവും പ്രവാചകന്മാരുടെ സന്മാർഗവും ലഭിച്ച സകല ജനങ്ങളുടെ മേലും ചുമത്തപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം. ഇനി പ്രസ്തുത സാക്ഷ്യ നിർവഹണത്തിനുള്ള മാർഗമെന്തെന്ന് നോക്കാം. സാക്ഷ്യം രണ്ട് വിധം. ഒന്ന് വാങ്മൂലമുള്ളത്, മറ്റൊന്ന് കർമ്മപരമായത്. വാങ്മൂല സാക്ഷ്യത്തിന്റെ രൂപം പ്രവാചകന്മാർ മുഖേന നമുക്ക് ലഭിച്ച സത്യത്തെ നാവുകൊണ്ടും പേന കൊണ്ടും ലോകത്തിന് പ്രകാശിതമാക്കുക എന്നതാണ്. ഗ്രഹിപ്പിക്കുവാനും ഹൃദിസ്ഥമാക്കുവാനും സാധ്യമാകുന്ന സകല മാർഗങ്ങളും ഉപയോഗപ്പെടുത്തുക. പ്രബോധന പ്രചാരണത്തിനും പ്രക്ഷേപണ പ്രസിദ്ധീകരണത്തിനും ഉതകുന്ന എല്ലാ ഉപകരണങ്ങളും വിനിയോഗിക്കണം. വിജ്ഞാന കലാശാസ്ത്രങ്ങൾ ശേഖരിച്ചു തന്ന മുഴുവൻ കരുക്കളും കയ്യിലെടുത്ത് അള്ളാഹു മനുഷ്യന് നിശ്ചയിച്ച ദീനിന്റെ ശിക്ഷണങ്ങൾ നാം ലോകത്തിന് പരിചയപ്പെടുത്തുക. ആദർശ ചിന്തകളിൽ, ധാർമ്മിക സദാചാരങ്ങളിൽ, സാംസർഗിക നാഗരികതയിൽ, ഉപജീവന മാർഗത്തിൽ, കൊള്ളക്കൊടുക്കയിൽ, നിയമത്തിൽ, നീതിന്യായത്തിൽ, രാഷ്ട്രീയത്തിൽ, രാജ്യഭരണത്തിൽ എന്നുവേണ്ട മാനുഷിക ഇടപാടുകളുടെ മറ്റെല്ലാ വശങ്ങളിലും മനുഷ്യന്റെ മാർഗദർശനത്തിന് പ്രസ്തുത ദീൻ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അത്രയും നാം സവിസ്തരം വെളിപ്പെടുത്തണം. തെളിവുകളും ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അതിന്റെ സത്യസ്ഥിതി സ്ഥാപിക്കണം. അതിനെതിരിലുള്ള എന്തിനേയും യുക്തിപൂർവം നിരൂപണം ചെയ്ത് അവയുടെ ന്യൂനതകൾ തുറന്നു കാട്ടുകയും വേണം. പ്രവാചകന്മാർ വ്യക്തിപരമായി ദൈവസൃഷ്ടികളുടെ സന്മാർഗത്തെക്കുറിച്ച് കാര്യഗൗരവത്തോടെ ചിന്തിച്ചിരുന്നു. ആ ഗൗരവത്തോടെ മുസ്ലിം സമുദായം സാമൂഹികമായി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ സത്യസാക്ഷി കർത്തവ്യം നിർവഹിക്കുക സാധ്യമല്ല. ഈ മഹൽകൃത്യം സകലവിധ സാമൂഹിക പരിശ്രമങ്ങളുടെയും സാമുദായിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്രബിന്ദുവായി തീരുക അത്യന്താപേക്ഷിതമാണ്. മാനസികവും മസ്തിഷ്കപരവുമായ സകല കഴിവുകളും നമ്മുടെ അധീനതയിലുള്ള ഉപകരണങ്ങളും സാമഗ്രികളും അതിൽ അർപ്പിക്കപ്പെടണം. നമ്മുടെ മുഴുപ്രവർത്തനങ്ങളിൽ ഈ ലക്ഷ്യം നിർബന്ധപൂർവം വീക്ഷിക്കപ്പെടണം. സർവോപരി സത്യത്തിനെതിരിൽ സാക്ഷ്യം വഹിക്കുന്ന ഏതെങ്കിലും ഒരു ശബ്ദം നമുക്കിടയിൽ പൊങ്ങിവരുന്നത് ഏതൊരു പരിതസ്ഥിതിയിലും സഹിക്കാതിരിക്കുകയും വേണം. ഇനി കർമ്മസാക്ഷ്യം എന്നതുകൊണ്ടുള്ള വിവക്ഷ. നാം സത്യമെന്ന് വാദിക്കുന്ന സിദ്ധാന്തങ്ങളെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുക എന്നതാണ്. അവ സത്യമെന്ന് ലോകം നമ്മുടെ നാവിൽ കൂടി മാത്രം കേട്ടാൽ പോരാ. പ്രത്യുത അവയുടെ മെച്ചങ്ങളും മഹത്വങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയണം. സത്യവിശ്വാസത്തിന്റെ മാധുര്യത്താൽ മനുഷ്യന്റെ സ്വഭാവകർമ്മങ്ങളിൽ ഉദിച്ചുയരുന്ന മധുരരസത്തെ നമ്മുടെ പെരുമാറ്റത്തിൽ ലോകം ആസ്വദിക്കണം. ഈ ദീനിന്റെ മാർഗദർശനത്തിൽ എത്ര നല്ല മനുഷ്യരാണുണ്ടാവുന്നത്, എത്ര നീതിപൂർവകമായ സൊസൈറ്റിയാണ് രൂപം കൊള്ളുന്നത്, എത്ര നല്ല സമുദായമാണ് പ്രത്യക്ഷത്തിൽ വളരുന്നത്, എത്ര പരിശുദ്ധവും പരിപാവനവുമായ നാഗരികതയാണ് ജന്മമെടുത്തത്, എത്ര ഋജുവായ സരണികളിലൂടെയാണ് വിജ്ഞാന കലാശാസ്ത്രങ്ങൾ വളർന്നു വികസിക്കുന്നത്, എന്തുമാത്രം നീതിപരവും സ്നേഹാനുഭാവപൂർവവും സംഘട്ടനരഹിതവുമായ സാമ്പത്തിക സഹകരണമാണ് പ്രത്യക്ഷപ്പെടുന്നത്, വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിന്റെ നാനാവശങ്ങളും എത്ര കണ്ട് ശരിപ്പെട്ട് നന്മ നിറഞ്ഞ് വിളയാടുന്നു എന്നെല്ലാം ലോകത്തിന് നേരിൽ കണ്ടും കേട്ടും അറിയാൻ കഴിയണം. വ്യക്തികൾ എന്ന നിലക്കും സമൂഹം എന്ന നിലക്കും നമ്മുടെ ദീനിന്റെ സത്യതയുടെ പ്രതീകങ്ങളായി നാം പരിണമിക്കുക വഴി മാത്രമേ ഈ കടമ നിർവഹിക്കുക സാധ്യമാവൂ. നമ്മുടെ സ്വഭാവചര്യകൾ അതിന്റെ സത്യാവസ്ഥയ്ക്ക് തെളിവ് നൽകണം. നമ്മുടെ ഗൃഹങ്ങളിൽ അതിന്റെ സൗരഭ്യം വീശണം. നമ്മുടെ കച്ചവട സ്ഥലങ്ങളും വ്യവസായശാലകളും അതിന്റെ പ്രകാശത്താൽ മിന്നിത്തിളങ്ങണം. നമ്മുടെ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും അതിന്റെ പ്രഭാപൂരത്താൽ പ്രശോഭിതങ്ങളാവണം. നമ്മുടെ സാഹിത്യങ്ങളും പത്രങ്ങളും നന്മകളുടെ മാത്രം സാക്ഷ്യപത്രങ്ങളാവണം.
നമ്മുടെ സാമുദായിക നയങ്ങളും സാമൂഹിക പരിശ്രമങ്ങളും അതിന്റെ സത്യതയ്ക്കുള്ള സമുജ്വല രേഖകളായിരിക്കണം. ചുരുക്കത്തിൽ, ഒരു വ്യക്തിയോ സമുദായമോ നമ്മളോട് എവിടെ വെച്ച് എങ്ങനെ ബന്ധപ്പെടുകയാണെങ്കിലും നാം സത്യമെന്ന് വാദിക്കുന്ന സിദ്ധാന്തങ്ങൾ സത്യം ആണ് എന്നതിനും അതുവഴി മനുഷ്യജീവിതം ഉന്നതവും ഉത്തമവും ഉത്കൃഷ്ടവുമായി തീരും എന്നതിനും നമ്മുടെ വ്യക്തിപരവും സാമുദായികവുമായ ചര്യകളിൽ നിന്ന് അവർക്ക് അനിഷേധ്യമായ തെളിവുകൾ ലഭിക്കണം. ഇത്രയുമല്ല, അതേ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റ് സ്ഥാപിതമാവണം. ദീൻ സമ്പൂർണമായും പ്രയോഗത്തിൽ വരുത്തി അതിന്റെ നീതിന്യായ വ്യവസ്ഥ, സംസ്കരണ പരിപാടി, രാഷ്ട്രമീമാംസ, നാട്ടുകാരുടെ ക്ഷേമൈശ്വര്യം, ഭരണകർത്താക്കളുടെ ഉത്തമചര്യ, മെച്ചപ്പെട്ട ആഭ്യന്തര ഭരണം, നിഷ്കളങ്കമായ വിദേശനയം, മാന്യമായ സമരം, പാലിക്കപ്പെടുന്ന സന്ധി എന്നിവ പ്രാവർത്തികമാവണം. ഈ സ്റ്റേറ്റിന് ജന്മം നൽകിയ ദീനാണ് വാസ്തവത്തിൽ മനുഷ്യവിജയത്തിന് നിദാനം. ആ ദീനിനെ അനുഗമിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യവംശത്തിന്റെ നന്മ. ഇത് ലോകത്തിന്റെ മുമ്പിൽ സാക്ഷ്യം വഹിക്കാത്ത കാലത്തോളം പ്രസ്തുത സത്യസാക്ഷ്യം പരിപൂർണമാകുന്നില്ല എന്ന പരമാർത്ഥം ഞാൻ ഉണർത്തിച്ചുകൊള്ളട്ടെ. കർമ്മപരമായ ഈ സാക്ഷ്യം വാങ്മൂല സാക്ഷ്യവുമായി ചേരുമ്പോൾ മാത്രമേ മുസ്ലിം സമുദായത്തിന്റെ മേൽ ചുമത്തപ്പെട്ട ഭാരിച്ച ബാധ്യത പരിപൂർണമായി നിർവഹിക്കപ്പെടുന്നുള്ളൂ. മനുഷ്യവംശത്തിന്റെ മേൽ അള്ളാഹുവിന്റെ ലക്ഷ്യം വിവിധ തുറകളിൽ പൂർത്തിയാവുന്നതും അപ്പോൾ മാത്രം. പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പിന്നിൽ നിന്ന് അവിടുന്ന് ഞങ്ങൾക്ക് എത്തിച്ചു തന്നതെല്ലാം ഞങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുവെന്നും എന്നിട്ടും സന്മാർഗം അവലംബിക്കാത്ത ജനങ്ങൾ അവരുടെ ദുർമാർഗത്തിന് സ്വയം ഉത്തരവാദികളാണെന്നും സാക്ഷ്യം വഹിക്കുവാൻ അതിനുശേഷമേ നമ്മുടെ സമുദായം അർഹമാവുന്നുള്ളൂ. മാന്യരെ, മുസ്ലിങ്ങളെന്ന നിലക്ക് വാക്കും പ്രവർത്തനവും വഴി നാം നിർവഹിക്കേണ്ട സത്യസാക്ഷ്യമാണ് ഇത്. എന്നാൽ ഇന്ന് നാം എന്ത് സാക്ഷ്യമാണ് വാസ്തവത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക. വാക്കുമുഖേനയുള്ള സാക്ഷ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മിൽ നന്നേ കുറഞ്ഞ വിഭാഗം മാത്രമാണ് ചിലപ്പോൾ വ്യക്തിപരവും ചിലപ്പോൾ സംഘടിതമായും നാവുകൊണ്ടും പേന കൊണ്ടും ഇസ്ലാമിന് സാക്ഷ്യം വഹിക്കുന്നത്. അതുതന്നെയും അർഹിക്കുന്ന വിധം നിർവഹിക്കുന്നവർ കൈവിരലിൽ എണ്ണാൻ മാത്രമേയുള്ളൂ. ഈ തുച്ഛവിഭാഗത്തെ ഒഴിച്ചു നിർത്തി നോക്കുന്ന പക്ഷം മുസ്ലിങ്ങൾ പൊതുവെ സാക്ഷ്യം വഹിക്കുന്നത് ഇസ്ലാമിന് അനുകൂലമായിട്ടല്ല, പ്രതികൂലമായിട്ടാണെന്ന് കാണാം. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം തെറ്റാണെന്നും ജാഹിലിയ അഥവാ അനിസ്ലാമിക സമ്പ്രദായമാണ് ശരിയെന്നും നമ്മുടെ ജന്മികളും പ്രഭുക്കളും സാക്ഷ്യം വഹിക്കുന്നു. ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും തെറ്റാണെന്ന് മാത്രമല്ല, ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം പോലും സ്വീകാര്യയോഗ്യമല്ലെന്നും മനുഷ്യനിർമ്മിത നിയമങ്ങൾ മാത്രമാണ് ശരിയെന്നും നമ്മുടെ വക്കീൽമാരും ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരും സാക്ഷ്യം വഹിക്കുന്നു. തത്വശാസ്ത്രം, ചരിത്രം, സാമൂഹിക ശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയം, നിയമം, സദാചാരം എന്നിവകളെ സംബന്ധിച്ച് പാശ്ചാത്യൻ നിർമ്മതാധിപത്യങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ച സിദ്ധാന്തങ്ങൾ മാത്രമാണ് ശരിയെന്നും പ്രസ്തുത കാര്യങ്ങളിലൊന്നും തന്നെ ഇസ്ലാമിന്റെ വീക്ഷാഗതി തീരെ പരിഗണനാർഹമല്ലെന്നും നമ്മുടെ അധ്യാപകരും പ്രൊഫസർമാരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാക്ഷ്യം വഹിക്കുന്നു. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ നിരീശ്വര നിർമ്മതവാദികളായ സാഹിത്യകാരന്മാരുടെ കൈവശമുള്ള സാഹിത്യ സന്ദേശമാണ് തങ്ങളുടെ പക്കലുള്ളതെന്നും മുസ്ലിങ്ങളെന്ന നിലയ്ക്ക് തങ്ങളുടെ സാഹിത്യത്തിന് യാതൊരു സ്വതന്ത്ര ചൈതന്യവുമില്ലെന്നും നമ്മുടെ സാഹിത്യകാരന്മാർ സാക്ഷ്യം വഹിക്കുന്നു. അമുസ്ലിങ്ങളുടെ അതേ ചർച്ചകളും പ്രശ്നങ്ങളും പ്രചാരണ മാർഗങ്ങളും മാത്രമാണ് തങ്ങൾക്കുള്ളതെന്ന് നമ്മുടെ പത്രങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. കൊടുക്കൽ വാങ്ങലുകൾ സംബന്ധിച്ച് ഇസ്ലാം സ്ഥാപിച്ച പരിധി അപ്രായോഗികങ്ങളാണെന്നും കാഫിറുകൾ സ്വീകരിച്ച മാർഗത്തിൽ കൂടിയേ ഇടപാടുകൾ സാധ്യമാവുകയുള്ളൂവെന്നും നമ്മുടെ കച്ചവടക്കാരും വ്യവസായികളും സാക്ഷ്യം വഹിക്കുന്നു. സത്യനിഷേധികളുടെ പക്കലുള്ള അതേ വർഗീയ ദേശീയ മുദ്രാവാക്യങ്ങളും സാമുദായിക ആവശ്യങ്ങളും താൽപ്പര്യങ്ങളുമാണ് തങ്ങൾക്കുള്ളതെന്നും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അവർ സ്വീകരിച്ച രീതി തന്നെയാണ് തങ്ങൾക്കും സ്വീകാര്യമെന്നും രാഷ്ട്രീയ പ്രവർത്തകർ സാക്ഷ്യം വഹിക്കുന്നു. രാഷ്ട്രീയ ഭരണകാര്യങ്ങളിൽ സത്യനിഷേധികളുടെ പക്കലുള്ള അതേ സിദ്ധാന്തങ്ങളാണ് തങ്ങളുടെ പക്കലുള്ളതെന്നും ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാം യാതൊരു മാർഗദർശനവും നൽകിയിട്ടില്ലെന്നും നമ്മുടെ നേതാക്കൾ സാക്ഷ്യം വഹിക്കുന്നു. ദുനിയാവും അതിലെ പ്രശ്നങ്ങളുമല്ലാതെ തങ്ങളുടെ നാവിനെ വിനിയോഗിക്കേണ്ടതും അല്പസമയമെങ്കിലും ചെലവഴിക്കേണ്ടതുമായ ഒരു ദീൻ തങ്ങളുടെ പക്കലില്ലെന്ന് നമ്മുടെ സാധാരണക്കാർ സാക്ഷ്യം വഹിക്കുന്നു. പൊതുവിൽ നമ്മുടെ മുഴുവൻ സമുദായവും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തൊട്ടുക്കും ഇത്തരം സാക്ഷ്യമാണ് തങ്ങളുടെ വാക്കുമുഖേന നിർവഹിക്കുന്നത്. ഇനി കർമ്മപരമായ സാക്ഷ്യനിർവഹണത്തെക്കുറിച്ച് ചിന്തിക്കാം. അതിന്റെ അവസ്ഥ വാക്കുമുഖേനയുള്ള സാക്ഷ്യത്തെക്കാൾ പരിതാപകരം. ജീവിതത്തിൽ ഇസ്ലാമിനെ പ്രതിഫലിപ്പിക്കുന്ന ചുരുക്കം സജ്ജന വ്യക്തികൾ അങ്ങിങ്ങായി നമ്മളിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷത്തിന്റെ അവസ്ഥ എന്താണ്?
ഇസ്ലാമിന്റെ തണലിൽ വളരുന്ന വ്യക്തികൾ ഒരു നിലയ്ക്കും കുഫറിനാൽ വാർത്തെടുക്കപ്പെട്ട വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തരോ ഉത്കൃഷ്ടരോ അല്ലെന്നു മാത്രമല്ല, പലതുകൊണ്ടും കുഫറിന്റെ സന്താനങ്ങളെ അപേക്ഷിച്ച് അധമരാണെന്ന നിലയ്ക്കുമാണ് വ്യക്തിപരമായി സാധാരണ മുസ്ലിങ്ങൾ തങ്ങളുടെ കർമ്മങ്ങൾ മുഖേന ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കളവു പറയാം, വഞ്ചിക്കാം, അക്രമം പ്രവർത്തിക്കാം, വാഗ്ദാനങ്ങളും കരാറുകളും ലംഘിക്കാം, കൊള്ളയും കവർച്ചയും നടത്താം, കലഹവും നാശവും സൃഷ്ടിക്കാം, നിന്ദ്യവും നിർലജ്ജവുമായ ഏത് ദുഷ്കൃത്യവും ചെയ്യാം. ഇത്തരം ദുരാചാര ദുസ്വഭാവങ്ങളിലൊന്നും തന്നെ അവരുടെ ശതമാനം ഏതെങ്കിലും അമുസ്ലിം സമുദായത്തിൻ്റെതിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല. നമ്മുടെ കുടുംബജീവിതം, നടപടി, ആചാര സമ്പ്രദായങ്ങൾ, ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, യോഗങ്ങൾ, ഘോഷയാത്രകൾ തുടങ്ങി ചുരുക്കത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ യാതൊരു രംഗത്തും ഇസ്ലാമിനെ നാം പ്രതിനിധീകരിക്കുന്നതായി കാണാനാവുന്നില്ല. ഇസ്ലാമിന്റെ അനുയായികൾ തങ്ങൾക്കു തന്നെയും ഇസ്ലാമിനു പകരം മറ്റുള്ളവയെയാണ് കൂടുതൽ പരിഗണനാർഹമായി കരുതുന്നത് എന്നതിന് വ്യക്തമായ ഒരു സാക്ഷ്യമാണിത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നാം വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസവും അതിന്റെ വ്യവസ്ഥയും ചൈതന്യവുമെല്ലാം സത്യനിഷേധികളിൽ നിന്ന് സ്വീകരിക്കുന്നു. നാം സംഘടനകൾ രൂപീകരിക്കുന്ന പക്ഷം അവയുടെ ലക്ഷ്യം, വ്യവസ്ഥ, പ്രവർത്തനമാർഗം, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഏതെങ്കിലും ഒരു അമുസ്ലിം സംഘടനയുടെ മാതൃകയിലായിരിക്കും. നമ്മുടെ സമുദായം വല്ല സാമൂഹിക സംരംഭത്തിനും ഒരുങ്ങിപ്പുറപ്പെടുന്ന പക്ഷം അവരുടെ ആവശ്യങ്ങൾ, പ്രവർത്തനമാർഗം, സംഘടനയ്ക്കുള്ള ഭരണഘടന, പ്രമേയങ്ങൾ, പ്രസംഗങ്ങൾ, പ്രസ്താവനകൾ സകലതും അമുസ്ലിം സമുദായങ്ങളുടെ തനിപ്പകർപ്പായിരിക്കും. എന്തിനധികം, സ്വതന്ത്രമോ അർദ്ധസ്വതന്ത്രമോ ആയ വല്ല ഭരണകൂടങ്ങളും എവിടെയെങ്കിലും നിലകൊള്ളുന്നുണ്ടെങ്കിൽ അവിടെയും ഭരണകൂടത്തിന്റെ അടിസ്ഥാനം, ഭരണവ്യവസ്ഥ, നീതിന്യായം എല്ലാം തന്നെ അമുസ്ലിങ്ങളിൽ നിന്ന് ഇരവ് വാങ്ങിയിരിക്കുകയാണ്. ചില ഭരണകൂടങ്ങളിൽ ഇസ്ലാമിക നിയമം കേവലം പേഴ്സണൽ ലോയുടെ പരിധിക്കുള്ളിൽ പരിമിതമായിരിക്കുന്നുവെങ്കിൽ ചില ഭരണകൂടങ്ങൾ അവയെപ്പോലും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ടേ വിട്ടിട്ടുള്ളൂ. ആംഗലേയ ഗ്രന്ഥകാരനായ ലോറൻസ് ബ്രൗൺ തന്റെ ദി പ്രോസ്പെക്ടസ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ മുസ്ലിങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി: ഇസ്ലാമിന്റെ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ പഴഞ്ചനും അപ്രായോഗികവുമാണെന്നു കണ്ട് ഇന്ത്യയിൽ ഞങ്ങളതിനെ ദുർബലപ്പെടുത്തുകയും മുസ്ലിങ്ങൾക്ക് അവരുടെ പേഴ്സണൽ ലോ മാത്രം അനുവദിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് തികച്ചും അരോചകമായി തോന്നി. കാരണം അതുമൂലം അവരുടെ നിലപാട് ഇസ്ലാമിക ഭരണത്തിൽ ഒരു കാലത്ത് ദിമ്മികൾക്കുണ്ടായിരുന്ന നിലപാടായി തീരുമായിരുന്നു. എന്നാൽ ഇന്നാകട്ടെ ഇന്ത്യൻ മുസ്ലിങ്ങൾ അതിഷ്ടപ്പെട്ടുവെന്നല്ല, മുസ്ലിം ഗവൺമെന്റുകൾ തന്നെയും പ്രസ്തുത വിഷയത്തിൽ ഞങ്ങളെ അനുകരിച്ചിരിക്കുന്നു. തുർക്കിയും അൽബേനിയയുമാണെങ്കിൽ അവിടുന്നും മുമ്പോട്ടു കടന്ന് വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം എന്നിവയുടെ നിയമങ്ങളിൽ പോലും ഞങ്ങളുടെ മാനദണ്ഡങ്ങൾക്കൊത്ത് പരിഷ്കരണങ്ങൾ വരുത്തിയിരിക്കുകയാണ്. നിയമത്തിന്റെ ഉത്ഭവസ്ഥാനം ദൈവഹിതമാണെന്ന മുസ്ലിങ്ങളുടെ വിഭാവനം ഒരു വിശുദ്ധ കെട്ടുകഥ അഥവാ പയസ് ഫിക്ഷൻ എന്നതിൽ കവിഞ്ഞ മറ്റൊന്നുമായിരുന്നില്ലെന്ന വസ്തുത ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ലോക മുസ്ലിങ്ങൾ മിക്കവാറും സംഘടിതമായി തന്നെ ഇസ്ലാമിനെതിരിൽ നൽകിക്കൊണ്ടിരിക്കുന്ന കർമ്മസാക്ഷ്യമാണിത്. നാവുകൊണ്ട് നാം എന്തുതന്നെ പറയട്ടെ, ഈ ദീനിന്റെ യാതൊരു പരിപാടിയും നമുക്കിഷ്ടമല്ലെന്നും അതിന്റെ യാതൊരു നിയമത്തിലും നമ്മുടെ വിജയമോക്ഷങ്ങൾ കാണുന്നില്ലെന്നുമാണ് നമ്മുടെ സാമൂഹിക കർമ്മം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ചെയ്തു പോരുന്ന ഈ സത്യം മറച്ചുവെക്കലിന്റെയും കള്ളസാക്ഷ്യത്തിന്റെയും അനന്തരഫലമായി ഇത്തരം കടുത്ത അപരാധങ്ങൾക്ക് ദൈവിക നിയമത്തിൽ നിശ്ചയിച്ച ശിക്ഷ ഏതോ അതുതന്നെ നമുക്ക് അനുഭവിക്കേണ്ടതായി വന്നിരിക്കുന്നു. ഒരു ജനത അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തള്ളിക്കളയുകയും തങ്ങളുടെ സ്രഷ്ടാവിനോട് ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹു അവരെ ഇഹലോകത്തും പരലോകത്തും ശിക്ഷിക്കുന്നതാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഈ നടപടിക്രമം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഈ കുറ്റത്തിന് യഹൂദന്മാരെ മാത്രം ശിക്ഷിക്കാൻ അള്ളാഹുവിന് അവരോട് യാതൊരു വ്യക്തിവിദ്വേഷവും ഉണ്ടായിരുന്നില്ല. അതേ അപരാധം നാം പ്രവർത്തിച്ചിട്ടും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ അള്ളാഹുവിന് നമ്മോട് പ്രത്യേക ബന്ധവുമില്ല. വാസ്തവത്തിൽ നാം സത്യസാക്ഷ്യ നിർവഹണത്തിൽ എത്ര കണ്ട് വീഴ്ച വരുത്തുകയും അസത്യസാക്ഷ്യത്തിൽ നമ്മുടെ കാലടികൾ എത്ര വേഗത്തിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്തുവോ അതേ തോതനുസരിച്ച് നാം അധപതിച്ചു പോന്നു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിൽ മൊറോക്കോ മുതൽ ഇന്തോനേഷ്യ വരെ നിരവധി നാടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. മുസ്ലിം ജനത ഒന്നൊന്നായി പരാജിതരും ഭരണീയരുമായി മാറി. അന്തസ്സുറ്റതും അഭിമാനകരവുമായിരുന്ന മുസ്ലിം എന്ന നാമം ഹീനത്വത്തിന്റെയും അധപതനത്തിന്റെയും ചിഹ്നമായി രൂപാന്തരപ്പെട്ടു. ലോകത്ത് യാതൊരു അഭിമാനവും നമുക്കായി അവശേഷിച്ചിട്ടില്ല. ചിലയിടങ്ങളിൽ നമ്മിൽപ്പെട്ടവർ കൂട്ടക്കൊലയ്ക്ക് വിധേയരായി. ചിലയിടങ്ങളിൽ നാം സുഗൃഹങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു. വേറെ ചിലയിടങ്ങളിൽ ഹീനമായ ശിക്ഷ നമുക്കനുഭവിക്കേണ്ടി വന്നു. ഇനിയും ചിലയിടങ്ങളിൽ ദാസ്യവൃത്തിക്കു വേണ്ടി മാത്രം നാം ജീവനോടെ നിർത്തപ്പെട്ടു.
ഇനി മുസ്ലിങ്ങൾക്ക് തങ്ങളുടേതായ വല്ല ഗവൺമെന്റും വല്ലയിടത്തും അവശേഷിപ്പുണ്ടെങ്കിൽ അവിടെ അവർ പരാജയങ്ങൾക്ക് മീതെ പരാജയങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇന്നവർ വൈദേശിക ശക്തികളെ ഭയപ്പെട്ട് വിറകൊള്ളുകയാണ്. വാസ്തവമാകട്ടെ അവർ വാക്കും കർമ്മവും മുഖേന ഇസ്ലാമിന് സാക്ഷ്യം വഹിക്കുന്നവരായിരുന്നുവെങ്കിൽ അസത്യത്തിന്റെ കൊടിവാഹകർ അവരെ ഭയന്ന് വിറയ്ക്കുമായിരുന്നു. ദൂരെ പോകേണ്ടതില്ല. ഇന്ത്യയിൽ തന്നെ നമ്മുടെ അവസ്ഥ എന്തെന്ന് നോക്കൂ. സത്യസാക്ഷ്യത്തിൽ നാം കുറ്റകരമായ അനാസ്ഥ കാണിച്ചു. അല്ല, വാക്കും കർമ്മവും വഴി സത്യത്തിനെതിരിൽ സാക്ഷ്യം വഹിച്ചു. അനന്തരഫലമായി ഓരോ പ്രദേശവും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആദ്യം മറാഠികളും സിഖുകാരും നമ്മെ ചവിട്ടിമെതിച്ചു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ അടിമത്തം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഇപ്പോഴാകട്ടെ പിൽക്കാലങ്ങളിലെ മർദ്ദനങ്ങളെല്ലാം വിസ്മരിക്കുമാറ് ഭയാനകങ്ങളായ കടുത്ത യാതനകൾ നമ്മെ അഭിമുഖീകരിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ കൺമുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നമാണ്. ഹിന്ദു ഭൂരിപക്ഷം നമ്മെ അടിമകളാക്കിയേക്കുമോ? ഇവിടത്തെ അധകൃത സമുദായങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞ അതേ ദാരുണ പരിണാമം നമുക്കും കാണേണ്ടി വന്നേക്കുമോ എന്നോർത്ത് നാം നടുങ്ങുകയാണ്. എന്നാൽ നാം ഇസ്ലാമിന്റെ നിഷ്കളങ്ക സാക്ഷികളായിരുന്നുവെങ്കിൽ നമുക്ക് ഭയപ്പെടത്തക്ക വല്ല ഭൂരിപക്ഷവും ഇവിടെ ഉണ്ടാകുമായിരുന്നോ എന്ന് ദൈവത്തെ മുൻനിർത്തി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. വാക്കും പ്രവൃത്തിയും വഴി ഇസ്ലാമിന് സാക്ഷ്യം വഹിക്കുന്നവരായി ഇന്ന് നാം മാറുന്ന പക്ഷം ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രശ്നം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തനിയെ അവസാനിച്ചു പോവുകയില്ലേ? അറേബ്യയിൽ 1,000,000 മാത്രം വരുന്ന ചെറിയൊരു ന്യൂനപക്ഷത്തെ ഭൂമുഖത്ത് നിന്ന് നിശേഷം നശിപ്പിക്കുവാൻ കടുത്ത അക്രമികളും മുഴുത്ത പക്ഷപാതികളുമായ ഭൂരിപക്ഷം കച്ചകെട്ടി പുറപ്പെട്ടു. എന്നാൽ പ്രസ്തുത ന്യൂനപക്ഷം ഇസ്ലാമിന് നിഷ്കളങ്ക സാക്ഷ്യം വഹിക്കുക വഴി 10 കൊല്ലത്തിനുള്ളിൽ 100-ൽ 100 എന്ന് പറയാവുന്ന തരത്തിൽ ബഹുഭൂരിപക്ഷമായി. അനന്തരം ആ ഇസ്ലാമിന്റെ സാക്ഷികൾ അറേബ്യയിൽ നിന്ന് പുറത്തുകടന്നപ്പോൾ 25 വർഷങ്ങൾക്കുള്ളിൽ തുർക്കിസ്ഥാൻ മുതൽ മൊറോക്കോ വരെ ജനകോടികൾ അവരുടെ സത്യസാക്ഷ്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ടു വന്നു. 100% മജൂസികളും ബിംബാരാധകരും ക്രൈസ്തവരും നിവസിച്ചു വന്നിരുന്ന പ്രദേശങ്ങളിൽ 100% മുസ്ലിങ്ങൾ അധിവസിച്ചു തുടങ്ങി. വല്ല വാശിയോ ഷാഠ്യമോ വർഗീയ പക്ഷപാതമോ മതപരമായ സങ്കുചിത വീക്ഷണഗതിയോ ഒന്നും തന്നെ സത്യത്തിന്റെ സജീവവും നിഷ്കളങ്കവുമായ സാക്ഷ്യത്തിനു മുമ്പിൽ അടിയുറച്ചു നിൽക്കാൻ മാത്രം ശക്തങ്ങളായിട്ടില്ല. എന്നിരിക്കെ ഇന്ന് നാം ചവിട്ടിത്തേക്കപ്പെടുന്നുണ്ടെങ്കിൽ, നാളെ ഇതിലും കഠിനമായ ചവിട്ടേൽക്കുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് സത്യത്തെ മറച്ചുവെക്കുകയും കള്ളസാക്ഷ്യം വഹിക്കുകയും ചെയ്തതിന്റെ ശിക്ഷയല്ലാതെ മറ്റെന്താണ്? പ്രസ്തുത അപരാധത്തിന് ഇഹലോകത്ത് വെച്ച് തന്നെ നമുക്ക് കിട്ടിയ ശിക്ഷയാണിത്. പരലോകത്താണെങ്കിൽ അതികഠോരമായ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. സത്യസാക്ഷികളെന്ന നിലയ്ക്ക് നമ്മുടെ കർത്തവ്യങ്ങളും ചുമതലകളും നാം ശരിക്കു നിർവഹിക്കാത്ത കാലത്തോളം ഭൂമുഖത്തെങ്ങും ദുരാചാരങ്ങളും ദുർമാർഗങ്ങളും അക്രമമർദ്ദനങ്ങളും ദുർവൃത്തികളും നടമാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാരിച്ച ബാധ്യതകളിൽ നിന്ന് നമുക്കൊരിക്കലും ഒഴിവാകുക സാധ്യമല്ല. പ്രസ്തുത തിന്മകൾ സൃഷ്ടിച്ചതിനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലെങ്കിലും അവ ജന്മമെടുത്തതിനുള്ള കാരണങ്ങൾ അവശേഷിപ്പിക്കുകയും അവയെ വളർന്ന് വികസിക്കാൻ അനുവദിക്കുകയും ചെയ്തതിന് തീർച്ചയായും നാം ഉത്തരവാദികളാണ്. മാന്യരെ, മുസ്ലിങ്ങളെന്ന നിലയ്ക്ക് നാം ചെയ്യേണ്ടത് എന്തായിരുന്നു? ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവയുടെ ദുരന്ത ഫലങ്ങൾ എങ്ങനെയൊക്കെയാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും പ്രസ്താവിച്ചതിൽ നിന്ന് നിങ്ങൾ അവ ഗ്രഹിച്ചിരിക്കും. വിഷയത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഈ വീക്ഷണകോണിലൂടെ ചിന്തിക്കുന്ന പക്ഷം ഇന്ത്യയിലും മറ്റു നാടുകളിലും ഏതേത് പ്രശ്നങ്ങളെ ഇന്ന് മുസ്ലിങ്ങൾ തങ്ങളുടെ സാമുദായിക ജീവിതത്തിന്റെ സാക്ഷാൽ പ്രശ്നങ്ങളായി കണക്കാക്കിയിരിക്കുന്നുവോ, ഏതിന്റെ പരിഹാരത്തിനായി കുറച്ചൊക്കെ സ്വന്തം ബുദ്ധി കണ്ടുപിടിച്ചതും കൂടുതലായി അന്യരിൽ നിന്ന് കണ്ടുപഠിച്ചതുമായ മാർഗങ്ങൾ ഉപയോഗിച്ച് തീവ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ, അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ അവരുടെ സാക്ഷാൽ പ്രശ്നങ്ങളല്ലെന്നും അവയുടെ പരിഹാരാർത്ഥം സമയം, കഴിവ്, ധനം എന്നിവ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതത്രയും പാഴ്വേല മാത്രമാണെന്നും നിങ്ങൾക്ക് സ്വയം വ്യക്തമാകുന്നതാണ്. അധികാരവും ആധിപത്യവുമുള്ള ഭൂരിപക്ഷത്തിനിടയിൽ നിന്നുകൊണ്ട് ഒരു ന്യൂനപക്ഷം അതിന്റെ അസ്തിത്വവും അവകാശ താൽപര്യങ്ങളും എങ്ങനെ സുരക്ഷിതമാക്കണം? ഒരു ഭൂരിപക്ഷം അതിന്റെ പരിധിക്കുള്ളിൽ ഭൂരിപക്ഷമാണെന്ന അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ലഭിക്കേണ്ട ആധിപത്യം എങ്ങനെ കരസ്ഥമാക്കണം? ഭരണീയരായ സമുദായം ഭരിക്കുന്ന ഒരു സമുദായത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് എങ്ങനെ സ്വതന്ത്രമാകും? ബലഹീനമായ സമുദായം ഭരിക്കുന്ന ഒരു സമുദായത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് എങ്ങനെ സ്വതന്ത്രമാകും? ബലഹീനമായ സമുദായം ഏതെങ്കിലും പ്രബല സമുദായത്തിന്റെ കയ്യേറ്റത്തിൽ നിന്ന് തങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്തണം? ലോകത്തിലെ പ്രബല സമുദായങ്ങൾക്ക് ലഭിച്ച അഭിവൃദ്ധിയും ശക്തിയും ഐശ്വര്യവും പിന്നോക്ക സമുദായങ്ങൾ എങ്ങനെ കരസ്ഥമാക്കണം? ഇതും ഇതുപോലുള്ള മറ്റനേകം പ്രശ്നങ്ങളും അമുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും പ്രാധാന്യമുള്ളവ തന്നെ, എന്നല്ല പ്രഥമസ്ഥാനം അർഹിക്കുന്നവ തന്നെയും ആകാം. അവരുടെ മുഴുവൻ ശ്രദ്ധയും പരിശ്രമവും അത്തരം പ്രശ്നങ്ങളിൽ കേന്ദ്രീകൃതമാവുകയും ചെയ്തേക്കാം. എന്നാൽ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവയൊന്നും നമ്മുടെ സ്ഥിരം പ്രശ്നങ്ങളല്ല.
പ്രത്യുത നമ്മുടെ സാക്ഷാൽ കർത്തവ്യങ്ങൾക്കു നേരെ നാം അനുവർത്തിച്ചു പോന്ന, ഇന്നും അനുവർത്തിച്ചു പോരുന്ന അശ്രദ്ധയുടെയും അവഗണനയുടെയും തിക്തഫലങ്ങൾ മാത്രമാണിത്. നമ്മുടെ സാക്ഷാൽ ജോലി നാം നിർവഹിച്ചു പോന്നിരുന്നെങ്കിൽ ഇത്രയധികം സങ്കീർണവും അസ്വസ്ഥജനകവുമായ വിഷമപ്രശ്നങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉത്ഭവിക്കുമായിരുന്നില്ല. ഇന്ന് നാം പ്രസ്തുത പ്രശ്നങ്ങളുടെ കാട് വെട്ടിത്തെളിക്കുന്നതിൽ നമ്മുടെ കഴിവുകൾ വ്യയം ചെയ്യുന്നില്ല. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ത്യാഗപരിശ്രമങ്ങളും കൃത്യനിർവഹണത്തിൽ കേന്ദ്രീകരിക്കുന്ന പക്ഷം നമുക്കെന്നല്ല മുഴുലോകത്തിനും പരിഭ്രമജനകമായ ഈ പ്രശ്നങ്ങൾ സ്വയം പരിഹൃതങ്ങളായിത്തീരുമെന്ന് കാണാവുന്നതാണ്. ലോകത്തിന്റെ സംസ്കരണത്തിനും സംവിധാനത്തിനും ഉത്തരവാദപ്പെട്ടവർ നമ്മളായിരുന്നു. നമ്മുടെ കർത്തവ്യ നിർവഹണത്തിൽ നാം ഉപേക്ഷ വരുത്തി. ഫലമോ ലോകം മുൾക്കാടുകളാൽ ആവൃതമായി. മുള്ളുകളേറെ നിറഞ്ഞ ഭാഗം നമ്മുടെ ഓഹരിയിൽ വിധിക്കപ്പെടുകയും ചെയ്തു. മുസ്ലിം മതനേതാക്കളും രാഷ്ട്രീയാചാര്യന്മാരും ഈ പ്രശ്നം ഗ്രഹിക്കാൻ ശ്രമിക്കുന്നില്ലെന്നത് എത്ര പരിതാപകരം. മറിച്ച് നിങ്ങളുടെ സാക്ഷാൽ പ്രശ്നങ്ങൾ ഇതേ ന്യൂനപക്ഷ ഭൂരിപക്ഷത്തിന്റെയും ദേശസ്വാതന്ത്ര്യത്തിന്റെയും സമുദായ സംരക്ഷണത്തിന്റെയും ഭൗതിക പുരോഗതിയുടെയും പ്രശ്നങ്ങളാണെന്ന് അവർ മുസ്ലിങ്ങളെ പറഞ്ഞു ധരിപ്പിക്കുകയാണ്. എന്നിട്ട് അവയുടെ പരിഹാരാർത്ഥം തങ്ങൾ അമുസ്ലിങ്ങളിൽ നിന്ന് പഠിച്ച ഉപായങ്ങൾ തന്നെ മുസ്ലിങ്ങൾക്ക് അവർ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവാസ്തിക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്ര തന്നെ എനിക്കുറപ്പുണ്ട്, തീർത്തും അബദ്ധ നേതൃത്വമാണവർ മുസ്ലിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ മാർഗങ്ങളിലൂടെ ചലിച്ച് നിങ്ങൾക്കൊരിക്കലും വിജയസങ്കേതത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല. ഈ പരിതസ്ഥിതിയിൽ നിങ്ങളുടെ സാക്ഷാൽ ജീവിത പ്രശ്നം എന്തെന്ന് കലവറ കൂടാതെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കടുത്ത ദ്രോഹിയായിരിക്കും. എന്റെ വിശ്വാസമനുസരിച്ച് നിങ്ങളുടെ വർത്തമാനവും ഭാവിയും ഒരേയൊരു ചോദ്യത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവദൂതൻ മുഖേന നിങ്ങൾക്ക് ലഭിച്ച സന്മാർഗത്തോട് അതുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുസ്ലിങ്ങളെന്ന് പറയപ്പെടുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പ്രസ്തുത ബന്ധം കാരണം ലോകത്തെ ഇസ്ലാമിന്റെ പ്രതിനിധികളായി നിങ്ങൾ ഗണിക്കപ്പെടുകയും ചെയ്യുന്നു. ആ സന്മാർഗത്തോട് എന്ത് നയമാണ് നിങ്ങൾ അനുവർത്തിക്കുന്നത്? ഇതാണ് ആ ചോദ്യം. പ്രസ്തുത സന്മാർഗത്തെ നിങ്ങൾ ശരിക്കനുഗമിക്കുകയും വാക്കും പ്രവർത്തനവും വഴി അതിന് സാക്ഷ്യം വഹിക്കുകയും നിങ്ങളുടെ സാമൂഹിക ചര്യയിൽ മുഴുവൻ ഇസ്ലാമും മുറയ്ക്ക് പ്രതിഫലിപ്പിക്കപ്പെട്ടു തുടങ്ങുകയുമാണെങ്കിൽ നിസ്സംശയം നിങ്ങൾ ഇഹലോകത്ത് പ്രതാപശാലികളും പരലോകത്ത് വിജയശ്രീലാളിതരുമായി ഭവിക്കും. തീർച്ച. ഇന്ന് നിങ്ങളുടെ തലയ്ക്കുമീതെ തൂങ്ങുന്ന ഭയത്തിന്റെയും ദുഃഖത്തിന്റെയും ദൈന്യതയുടെയും പരാജയത്തിന്റെയും അടിമത്തത്തിന്റെയും കരാളമേഘങ്ങൾ ചില വർഷങ്ങൾക്കകം അകന്നുമാറുന്നതുമാണ്. നിങ്ങളുടെ സത്യബോധനവും സച്ചരിതങ്ങളും ഹൃദയമസ്തിഷ്കങ്ങളെ കീഴടക്കിക്കൊണ്ടേ പോവും. നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പും വിശ്വാസവും ലോകത്ത് വേരുറയ്ക്കും. നീതിയുടെ പ്രതീക്ഷകൾ നിങ്ങളോട് മാത്രം ബന്ധിക്കപ്പെടും. ലോകത്തിന്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വസ്തതയിലും സത്യസന്ധതയിലും മാത്രമായിരിക്കും. നിങ്ങളുടെ വാക്ക് പ്രമാണമായിരിക്കും. നന്മ നിങ്ങളിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കപ്പെടും. അസത്യത്തിന്റെ ആചാര്യന്മാർക്ക് നിങ്ങളുടെ മുമ്പിൽ യാതൊരു നിലയും അവശേഷിക്കുന്നതല്ല. അവരുടെ എല്ലാ തത്വശാസ്ത്രങ്ങളും രാഷ്ട്രീയ സാമ്പത്തിക സിദ്ധാന്തങ്ങളും നിങ്ങളുടെ സത്യതയ്ക്കും സന്മാർഗത്തിനും മുമ്പിൽ കേവലം കള്ളനാണയങ്ങളായി തള്ളപ്പെടും. അവരുടെ ക്യാമ്പിൽ കാണപ്പെടുന്ന ശക്തിസന്നാഹങ്ങളെല്ലാം അടർന്നടർന്ന് ഇസ്ലാമിന്റെ ക്യാമ്പിലേക്ക് പ്രവഹിക്കും. അങ്ങനെ ഒരു കാലം വരും. അന്ന് കമ്മ്യൂണിസം മോസ്കോവിൽ തന്നെ രക്ഷാമാർഗം കാണാതെ പരിഭ്രമിക്കും. മുതലാളിത്ത ഡെമോക്രസി വാഷിംഗ്ടണിലും ന്യൂയോർക്കിലും പോലും അഭയസ്ഥാനമില്ലാതെ കുഴങ്ങും. ഭൗതികവാദം ലണ്ടനിലെയും പാരീസിലെയും യൂണിവേഴ്സിറ്റികളിൽ ഇടം ലഭിക്കാതെ ഉഴലും. വർഗീയതയിലും വംശപാരമ്പര്യ മഹത്വത്തിലും വിശ്വസിക്കുന്നവരെ ബ്രാഹ്മണരിലും ജർമ്മൻകാരിലും കൂടി കണ്ടെത്തുന്നതല്ല. ഇസ്ലാം പോലുള്ള അജയ്യവും സാർവത്രികവുമായ ശക്തിയുടെ വാഹകർ ഒരു കാലത്ത് മൂസായുടെ വടി കക്ഷത്തിൽ വെച്ച് കൊള്ളിക്കഷ്ണങ്ങളും കയറുകളും കൊണ്ട് വിഹ്വലരാകാൻ മാത്രം വിഡ്ഢികളായിരുന്നുവെന്ന കഥ ചരിത്രത്തിലെ ഗുണപാഠമായി മാത്രം അവശേഷിക്കും. നാം ഇസ്ലാമിന്റെ നിഷ്കളങ്ക സേവകരും നിസ്വാർത്ഥ സാക്ഷികളുമായിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒരു ഭാവി നമുക്ക് പ്രതീക്ഷിച്ചുകൂടൂ. മറിച്ചാണ് നമ്മുടെ നയമെങ്കിൽ നമ്മുടെ ഇഹലോകം ശരിപ്പെടുകയില്ലെന്നു മാത്രമല്ല പരലോകവും എന്നേക്കുമായി നഷ്ടപ്പെടും. എന്താണ് ആ നയങ്ങൾ? അള്ളാഹു നൽകിയ സന്മാർഗം സംബന്ധിച്ച് നിക്ഷേപം കാക്കുന്ന സർപ്പത്തെപ്പോലെ സ്വയം ഉപയോഗപ്പെടുത്തുകയോ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുവാൻ അനുവദിക്കുകയോ ചെയ്യാത്ത നിലപാട് സ്വീകരിക്കുക. സ്വയം മുസ്ലിങ്ങളെന്ന് വാദിച്ച് ഇസ്ലാമിന്റെ പ്രതിനിധികളായി ചമയുന്നുവെങ്കിലും വാക്കും പ്രവൃത്തിയും വഴി പൊതുവിൽ ജാഹിലിയത്തിനും ഷിർക്കിനും ഭൗതിക പൂജയ്ക്കും ധാർമ്മിക അരാജകത്വത്തിനും സാക്ഷ്യം വഹിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തെ കെട്ടിപ്പൂട്ടിവെച്ച് മാർഗദർശനത്തിന് കുഫർ കേന്ദ്രങ്ങളെയും ദുർമാർഗ സങ്കേതങ്ങളെയും സമീപിക്കുക. നാവുകൊണ്ട് ദൈവത്തിനുള്ള അടിമത്തം വാദിക്കുമെങ്കിലും ഫലത്തിൽ സകല പിശാചിനും താകൂത്തിനും അടിമവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. മൈത്രിയും ശത്രുതയുമെല്ലാം സ്വദേഹത്തിനും സ്വാർത്ഥത്തിനും വേണ്ടിയാണെങ്കിലും ഇസ്ലാമിനെ ഒരു കക്ഷിയെന്നോണം അതിലേക്ക് വലിച്ചിഴച്ച് സ്വജീവിതത്തിന് ഇസ്ലാമിന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുക. മാത്രമല്ല അതിന്റെ നേരെ ലോകത്തിന് അറപ്പും വെറുപ്പും ജനിപ്പിക്കുവാനും ശ്രമിക്കുക. അതിന്റെയൊക്കെ അനന്തരഫലം
അള്ളാഹുവിന്റെ സനാതന നടപടിയനുസരിച്ച് ഇന്ന് നാം അനുഭവിക്കുന്ന അതേ ദുരവസ്ഥ മാത്രമായിരിക്കും. ഭാവി ഇതിലും ഭയാനകമായിരിക്കുക എന്നതും വിദൂരമല്ല. ഇസ്ലാമിന്റെ ലേബൽ മാറ്റി പരസ്യമായി തന്നെ കുഫർ കൈക്കൊള്ളുന്ന പക്ഷം ചുരുങ്ങിയത് അമേരിക്കയുടെയും റഷ്യയുടെയും ബ്രിട്ടന്റെയും ഇഹലോകം പുരോഗമിച്ചതുപോലെ നിങ്ങളുടെ ഇഹലോകവും പുരോഗമിച്ചേക്കും. എന്നാൽ മുസ്ലിം ആയി ജനിക്കുകയും മുസ്ലിങ്ങളല്ലാതെ വർത്തിക്കുകയും അള്ളാഹുവിന്റെ ദീനിന് കള്ളപ്രാതിനിധ്യം വഹിച്ച് ലോകത്തിന് സന്മാർഗ കവാടം കൊട്ടിയടയ്ക്കുകയും ചെയ്യുക എന്ന ഈ ഭയങ്കര കുറ്റം ഇഹലോകത്തു തന്നെ നിങ്ങളെ ഉയരാൻ അനുവദിക്കുന്നതല്ല. ഈ അപരാധത്തിന് വിശുദ്ധ ഖുർആനിൽ മുദ്രിതമായിട്ടുള്ള ശിക്ഷയിൽ നിന്ന് അതിന്റെ സജീവ ദൃഷ്ടാന്തമായി ജൂത സമുദായം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒഴിഞ്ഞുമാറുക ഒരു വിധത്തിലും നിങ്ങൾക്ക് സാധ്യവുമല്ല. നിങ്ങൾ ഏക സമുദായവാദമാകുന്ന എളുപ്പമാർഗം സ്വീകരിച്ചാലും പ്രത്യേക സാമുദായികത്വം അംഗീകരിച്ച് അവകാശങ്ങൾ വെച്ചുവാങ്ങിയാലും ഫലം ഒന്നുതന്നെ. പ്രസ്തുത ശിക്ഷ തടുക്കുവാനുള്ള മാർഗം നിങ്ങൾ ആ കുറ്റത്തിൽ നിന്ന് വിരമിക്കുക എന്നത് മാത്രമാണ്. ഇനി ജമാഅത്തെ ഇസ്ലാമി എന്തുദ്ദേശത്തോടുകൂടിയാണ് രംഗപ്രവേശം ചെയ്തിട്ടുള്ളതെന്ന് ചുരുക്കത്തിൽ നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. തങ്ങളുടെ ദീനായി ഇസ്ലാമിനെ അംഗീകരിക്കുന്ന സകല ജനങ്ങളോടും ഞങ്ങൾക്കുള്ള പ്രബോധനം പ്രസ്തുത ദീനിനെ യഥാർത്ഥത്തിൽ തന്നെ തങ്ങളുടെ ദീനായി അംഗീകരിക്കണം എന്നാണ്. വ്യക്തിപരമായി സ്വജീവിതത്തിലും സാമൂഹികമായി തങ്ങളുടെ വീട്, കുടുംബം, സൊസൈറ്റി, വിദ്യാലയങ്ങൾ, സാഹിത്യം, പത്രം, കച്ചവടം, സാമ്പത്തിക ഇടപാടുകൾ, സംഘടനകൾ, സാമുദായിക സ്ഥാപനങ്ങൾ എന്നിവകളിലും പൊതുവെ തങ്ങളുടെ സമുദായത്തിനകത്തിലും ഫലത്തിൽ തന്നെ അവരതിനെ സ്ഥാപിക്കണം. തങ്ങളുടെ വാക്കും പ്രവൃത്തിയും വഴി ലോകത്തിന്റെ മുമ്പിൽ അവരതിന് നിഷ്കളങ്കമായി സാക്ഷ്യം വഹിക്കുകയും വേണം. മുസ്ലിങ്ങളോട് ഞങ്ങൾ പറയുന്നു, മുസ്ലിങ്ങളെന്ന നിലയ്ക്ക് ദീനിനെ സ്ഥാപിക്കലും സത്യത്തിന് സാക്ഷ്യം വഹിക്കലും നിങ്ങളുടെ ജീവിതത്തിന്റെ സാക്ഷാൽ ഉദ്ദേശ്യമാണ്. തന്നിമിത്തം അത് നിങ്ങളുടെ എല്ലാവിധ അധ്വാന പരിശ്രമങ്ങളുടെയും കേന്ദ്രവും അച്ചുതണ്ടുമായിരിക്കണം. അതിന് വിരുദ്ധവും ഇസ്ലാമിനെ തെറ്റായി പ്രതിനിധീകരിക്കുന്നതുമായ സകല വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും വിരമിക്കണം. ഇസ്ലാമിനെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ വാക്കുകളെയും കർമ്മങ്ങളെയും കുറിച്ച് പുനഃപരിശോധന നടത്തണം. ദീൻ അതിന്റെ പൂർണ്ണരൂപത്തിൽ അതിന്റെ കർമ്മരംഗത്ത് സ്ഥാപിതമാവുകയും അതിന്റെ സാക്ഷ്യം ശരിക്കും മുറയ്ക്കും പൂർത്തിയാവുകയും ലക്ഷ്യപൂർത്തീകരണത്തിന് മതിയാകത്തക്ക വിധം ലോകത്തിനു മുമ്പിൽ അതിനെ സമർപ്പിക്കുകയും ചെയ്യുക എന്ന മാർഗത്തിൽ മുഴുവൻ ത്യാഗപരിശ്രമങ്ങളും നിങ്ങൾ അർപ്പിക്കണം. ഇതത്രേ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിന്റെ ഏക ഉദ്ദേശ്യം. ഈ ഉദ്ദേശ്യപൂർത്തീകരണത്തിന് നാം സ്വീകരിച്ച മാർഗം ആദ്യമായി മുസ്ലിങ്ങളെ അവരുടെ കർത്തവ്യങ്ങൾ അനുസ്മരിപ്പിക്കുകയും ഇസ്ലാം എന്തെന്നും അതിന്റെ താൽപ്പര്യങ്ങൾ എന്തൊക്കെയാണെന്നും മുസ്ലിമാകുന്നതിന്റെ അർത്ഥമെന്തെന്നും മുസ്ലിമാകുന്നതോടെ എന്തൊക്കെ ഉത്തരവാദിത്വങ്ങളാണ് മനുഷ്യന്റെ മേൽ വന്നുചേരുന്നതെന്നും അവരെ വ്യക്തമായി അറിയിക്കുകയുമാണ്. ഈ സംഗതികൾ മനസ്സിലാക്കിയ ജനങ്ങളെ പിന്നീട് നാം അറിയിക്കുന്നത് ഇതാണ്: ഇസ്ലാമിന്റെ മുഴുവൻ താൽപ്പര്യങ്ങളും വ്യക്തിപരമായി മാത്രം പൂർത്തീകരിക്കുക സാധ്യമല്ല. അതിന് സംഘടിത പരിശ്രമം തന്നെ ആവശ്യമാണ്. ദീനിന്റെ നന്നേ കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നത്. അത് നിങ്ങൾ സ്ഥാപിച്ചാൽ തന്നെയും മുഴുവൻ ദീനും സ്ഥാപിതമാവുകയില്ല. മുഴുവൻ ദീനിന്റെയും സാക്ഷ്യ നിർവഹണം പൂർത്തിയാവുകയുമില്ല. എന്നല്ല, സാമൂഹിക ജീവിതത്തിൽ കുഫ്ർ വ്യവസ്ഥയാണ് ആധിപത്യം ചെലുത്തുന്നതെങ്കിൽ വ്യക്തിജീവിതത്തിന്റെ തന്നെ മിക്ക വശങ്ങളിലും ദീനിനെ സ്ഥാപിക്കുക അസാധ്യമായിരിക്കും. സാമൂഹിക വ്യവസ്ഥയുടെ ആക്രമണം വ്യക്തിപരമായ ഇസ്ലാമിക ജീവിത പരിധികളെ ദിനംപ്രതി കുടുസാക്കിക്കൊണ്ടേ പോകുന്നതുമാണ്. അതിനാൽ മുഴുവൻ ദീനും സ്ഥാപിക്കുവാനും അതിന് ശരിക്ക് സാക്ഷ്യം വഹിക്കുവാനും സംഘടിത പരിശ്രമം തികച്ചും അനിവാര്യമാകുന്നു. മുസ്ലിങ്ങളാകുന്നതിനാൽ വന്നുചേരുന്ന ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ശരിക്ക് ബോധമുള്ളവരും അവ നിർവഹിക്കുവാൻ ആത്മാർത്ഥമായി ഉദ്ദേശിക്കുന്നവരുമായ സകല ജനങ്ങളും സംഘടിച്ചേ തീരൂ. സംഘടിതമാർഗേണ ദീനിനെ ഫലത്തിൽ സ്ഥാപിക്കുവാനും ലോകത്തെ അതിലേക്ക് ക്ഷണിക്കുവാനും അവർ പരിശ്രമിക്കണം. ഇഖാമത്തുദ്ദീനിന്റെയും സത്യപ്രബോധനത്തിന്റെയും മാർഗം തടസ്സപ്പെടുത്തുന്ന എല്ലാ പ്രതിബന്ധങ്ങളും അവർ തട്ടിനീക്കണം. ഇതുകൊണ്ടാണ് ദീനിൽ സംഘടന നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. ദീനിന്റെ സ്ഥാപനത്തിനും സത്യപ്രബോധനത്തിനും വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ക്രമം ആദ്യം ഒരു സുസംഘടിത പാർട്ടി നിലവിൽ വരികയും പിന്നീട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ അർപ്പിക്കുകയും ചെയ്യുക എന്നതായിരിക്കണം. ഇതുകൊണ്ടുതന്നെയാണ് സംഘടന കൂടാതെയുള്ള ജീവിതത്തെ ജാഹിലിയ്യ ജീവിതത്തിന്റെയും സംഘടനയിൽ നിന്ന് വേറിട്ട് നിലകൊള്ളുന്നതിനെ ഇസ്ലാമുമായി ബന്ധം മുറിക്കുന്നതിന്റെയും പര്യായമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നതും. ഈ യാഥാർത്ഥ്യം ഗ്രഹിക്കുകയും തൽഫലമായി ദീനിനുവേണ്ടി സ്വന്തം വ്യക്തിത്വവും ആത്മപൂജയും ബലികഴിച്ച് സംഘടനാ വ്യവസ്ഥയ്ക്ക് വിധേയരാകത്തക്കവണ്ണം ഉത്തരവാദിത്വബോധം ശക്തിപ്പെടുകയും ചെയ്യുന്ന ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ 3 മാർഗങ്ങളുണ്ട്. അവയിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഏതു മാർഗം സ്വീകരിക്കുവാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്.
അതായത് ഞങ്ങളുടെ പ്രബോധനം, ആദർശം, ലക്ഷ്യം, സംഘടനാ വ്യവസ്ഥ, പ്രവർത്തനമാർഗം എന്നിവയെല്ലാം സാക്ഷാൽ ഇസ്ലാമികമാണെന്നും ഖുർആനും സുന്നത്തുമനുസരിച്ച് മുസ്ലിം സമുദായത്തിന്റെ സാക്ഷാൽ കർത്തവ്യമേതോ അത് നിർവഹിക്കുവാനാണ് ഞങ്ങൾ ഒരുങ്ങിപ്പുറപ്പെട്ടിട്ടുള്ളതെന്നും നിങ്ങളുടെ ഹൃദയം സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ കൂടെ വരിക. ഇനി വല്ല കാരണവശാലും ഞങ്ങളിൽ നിങ്ങൾക്ക് സംതൃപ്തിയില്ലാതെ വരികയും സാക്ഷാൽ ഇസ്ലാമിക ലക്ഷ്യത്തിനുവേണ്ടി ഇസ്ലാമിക മാർഗത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും സംഘടന നിങ്ങളുടെ ദൃഷ്ടിയിലുണ്ടായിരിക്കുകയുമാണെങ്കിൽ അതിൽ ചേർന്നു പ്രവർത്തിക്കുക. അത്തരം ഒരു സംഘടന ദൃഷ്ടിയിൽപ്പെട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ തന്നെയും അതിൽ പ്രവേശിച്ചിരുന്നേനെ. കാരണം ഞങ്ങളുടെ ശകലം ഇഷ്ടിക കൊണ്ട് വേറിട്ടൊരു പള്ളി നിർമ്മിക്കണം എന്ന കമ്പമൊന്നും ഞങ്ങൾക്കില്ല. ഇനി ഞങ്ങളുടെ പാർട്ടിയിലോ മറ്റു പാർട്ടികളിലോ ഒന്നും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇസ്ലാമിക കർത്തവ്യ നിർവഹണാർത്ഥം നിങ്ങൾ സ്വയം ഒരുങ്ങിപ്പുറപ്പെടേണ്ടിയിരിക്കുന്നു. സമ്പൂർണ്ണ ദീനിനെ സംസ്ഥാപിക്കുകയും വാക്കും പ്രവൃത്തിയും വഴി ഇസ്ലാമിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സംഘടന ഇസ്ലാമിക മാർഗമനുസരിച്ച് നിങ്ങൾ സ്വയം രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ 3 മാർഗങ്ങളിൽ ഏതൊന്ന് നിങ്ങൾ അവലംബിച്ചാലും ദൈവാനുഗ്രഹത്താൽ സത്യമാർഗത്തിൽ തന്നെയായിരിക്കും. ഞങ്ങളുടേത് മാത്രമാണ് സത്യസംഘം എന്നോ ഞങ്ങളുടെ സംഘടനയിലില്ലാത്തവർ അസത്യമാർഗത്തിലാണെന്നോ ഞങ്ങൾ ഒരിക്കലും വാദിച്ചിട്ടില്ല. സുബോധമുള്ള കാലത്തോളം അങ്ങനെ വാദിക്കുക സാധ്യവുമല്ല. ജനങ്ങളെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഞങ്ങൾ ഒരിക്കലും ക്ഷണിച്ചിട്ടില്ല. മുസ്ലിങ്ങളെന്ന നിലയ്ക്ക് ഞങ്ങളുടെയും നിങ്ങളുടെയും മേൽ അർപ്പിതമായ ഭാരിച്ച ബാധ്യത നിർവഹിക്കുന്നതിലേക്ക് വരിക എന്നു മാത്രമാണ് ഞങ്ങളുടെ ക്ഷണം. ആ കർത്തവ്യം നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷം ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ സത്യത്തിലാണ്. എന്നാൽ കർത്തവ്യ നിർവഹണത്തിന് സ്വയം മുന്നോട്ട് വരാതിരിക്കുകയും മറ്റാരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരുമായി സഹകരിക്കാതിരിക്കുകയും കുതർക്കങ്ങൾ പറഞ്ഞും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചും ബാലിശമായ ഒഴികഴിവുകൾ ഉയർത്തിപ്പിടിച്ചും ഇഖാമത്തുദ്ദീനിന്റെയും സത്യസാക്ഷ്യ നിർവഹണത്തിന്റെയും കർത്തവ്യത്തിൽ നിന്ന് സൂത്രത്തിൽ ഒഴിഞ്ഞുമാറുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സത്യദീനിനു പകരം മറ്റു വല്ല വ്യവസ്ഥയും സ്ഥാപിക്കുന്നതിനും ഇസ്ലാമിനു പകരം മറ്റു വല്ലതിനും വാക്കും പ്രവർത്തനവും വഴി സാക്ഷ്യം വഹിക്കുന്നതിനുമാണ് നിങ്ങളുടെ കഴിവുകൾ ദുർവ്യയം ചെയ്യുന്നതുമെങ്കിൽ അതൊരു വിധത്തിലും ശരിയായിരിക്കുകയില്ല. ഇഹലോകവും അതിന്റെ ആൾക്കാരും മാത്രമായിട്ടാണ് നമുക്ക് ഇടപെടേണ്ടിയിരുന്നതെങ്കിൽ തന്ത്രങ്ങളും തട്ടിപ്പുകളും വഴി കാര്യം നേടാൻ നോക്കാമായിരുന്നു. എന്നാൽ നമുക്കിടപെടേണ്ടത് ഹൃദയരഹസ്യങ്ങൾ അറിയുന്ന സർവജ്ഞനായ അല്ലാഹുവുമായിട്ടാണ്. അവനെ വഞ്ചിക്കുവാനോ തെറ്റിദ്ധരിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരേ ലക്ഷ്യത്തിനും ഒരേ പ്രവർത്തനത്തിനുമായി വിവിധ സംഘടനകൾ ഉടലെടുക്കുക എന്നത് പ്രത്യക്ഷത്തിൽ തെറ്റായി തോന്നിയേക്കാം എന്നതിൽ സംശയമില്ല. ഛിദ്രതയ്ക്കും കുഴപ്പത്തിനും ധാരാളം പഴുതുകൾ ഉള്ളതുമാണ് അത്. പക്ഷേ ഇസ്ലാമിന്റെ സാമൂഹിക ഘടന താറുമാറായി കഴിയുകയും പ്രശ്നം ആ വ്യവസ്ഥയെ നടത്തുക എന്നതല്ല പുനഃസ്ഥാപിക്കുക എന്നതായി തീരുകയും ചെയ്യുമ്പോൾ മുസ്ലിം സമുദായം ഒന്നടങ്കം ഉൾക്കൊണ്ടുള്ള അൽ ജമാഅത്ത് ഓരോ മുസ്ലിമിനും പ്രവേശനം നിർബന്ധമായിട്ടുള്ള വിട്ടുനിൽക്കൽ ജാഹിലിയത്തിനും വിട്ടുപോരൽ മുർത്തദ്ദാകലിനും തുല്യമായിട്ടുള്ള അഖില ലോക ഇസ്ലാമിക ജമാഅത്ത് പ്രാരംഭത്തിൽ തന്നെ പ്രത്യക്ഷത്തിൽ വരിക ഒരിക്കലും സാധ്യമല്ല. ആദ്യമാദ്യം ഓരോ പ്രദേശത്തും ഓരോ സംഘടനകൾ തദാവശ്യാർത്ഥം രൂപീകൃതമായി സ്വന്തം നിലയ്ക്ക് പ്രവർത്തിച്ചു പോരുകയല്ലാതെ ഗത്യന്തരമില്ല. ഒടുവിൽ ഈ സംഘടനകളെല്ലാം ഒന്നായിത്തീരും. സ്വാർത്ഥം, തീവ്രവാദം, ഭൗതിക താൽപര്യം എന്നീ മാലിന്യങ്ങളിൽ നിന്ന് പരിശുദ്ധനായി ആത്മാർത്ഥതയോടുകൂടി സാക്ഷാൽ ഇസ്ലാമിക ലക്ഷ്യം പ്രാപിക്കാൻ ഇസ്ലാമിക മാർഗത്തിൽ കൂടി പ്രവർത്തിക്കുന്നുവെങ്കിൽ സത്യമാർഗത്തിൽ ചലിക്കുന്നവർക്ക് അധികകാലം അകന്നു നിൽക്കുക സാധ്യമല്ല. സത്യം ഇന്നല്ലെങ്കിൽ നാളെ അവരെ കൂട്ടിയിണക്കുക തന്നെ ചെയ്യും. കാരണം സത്യത്തിന്റെ പ്രകൃതി ആവശ്യപ്പെടുന്നത് തന്നെ സംഘടന, ഇണക്കം, രഞ്ജിപ്പ്, ഐക്യം എന്നിവയാണ്. സത്യത്തോടൊന്നിച്ച് സ്വൽപ്പം അസത്യം കലരുകയോ പുറത്ത് സത്യത്തിന്റെ പ്രദർശനവും അകത്ത് അസത്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമേ ഭിന്നിപ്പും കുഴപ്പവും പൊട്ടിപ്പുറപ്പെടുകയുള്ളൂ. ഇനി ഞങ്ങളുടെ ഈ സംഘടനയെ ഇഷ്ടപ്പെട്ട് അതിൽ പ്രവേശിക്കുന്ന ജനങ്ങളോട് ഞങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങളുടെ പക്കൽ അവർക്ക് എന്ത് ജോലിയാണുള്ളത്? ഓരോ മുസ്ലിമിനോടും ഇസ്ലാം ആവശ്യപ്പെടുന്നതിൽ കവിഞ്ഞ് യാതൊന്നും അംഗങ്ങളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനില്ല. ഇസ്ലാമിന്റെ സാക്ഷാൽ ആവശ്യങ്ങളിൽ ഒരണുവോളമെങ്കിലും ഞങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. മുഴുവൻ ഇസ്ലാമിനെ യാതൊരു ഏറ്റക്കുറവും കൂടാതെ ഓരോ വ്യക്തിയുടെയും മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ദീനിനെ ബോധപൂർവം സ്വീകരിക്കണമെന്നും അതിന്റെ ആവശ്യങ്ങൾ പഠിച്ചറിഞ്ഞ് ശരിക്കും മുറയ്ക്കും നിർവഹിക്കണമെന്നും ദീനിന്റെ വിധികൾക്കോ ആത്മാവിനോ വിരുദ്ധമായി വല്ലതും തങ്ങളുടെ ആശയാദർശങ്ങളിലോ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ സ്ഥലം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം നിശേഷം പുറത്തെറിഞ്ഞു കളയണമെന്നും തങ്ങളുടെ മുഴുവൻ ജീവിതത്തിലും ഇസ്ലാമിന് സാക്ഷ്യം വഹിക്കണമെന്നും ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതത്രേ ഞങ്ങളുടെ പ്രവേശന ഫീസ്. ഞങ്ങളുടെ പാർട്ടി അംഗത്വത്തിനുള്ള നിയമവ്യവസ്ഥയും ഇതുതന്നെ.
ഞങ്ങളുടെ ഭരണഘടനയും സംഘടനാ വ്യവസ്ഥയും പ്രബോധന ലക്ഷ്യവുമെല്ലാം സകല ജനങ്ങളുടെയും മുമ്പിൽ തുറന്നുകിടപ്പുണ്ട്. സാക്ഷാൽ ഇസ്ലാമിൽ, ഖുർആന്റെയും സുന്നത്തിന്റെയും അസ്ഥിവാരത്തിൽ കെട്ടിയുയർത്തപ്പെട്ട ഇസ്ലാമിൽ വല്ലതും ഞങ്ങൾ ഏറ്റുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ചു നോക്കാം. ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് അത് ഖുർആന്റെയും സുന്നത്തിന്റെയും ശിക്ഷണങ്ങളിൽ ഞങ്ങൾ കൂട്ടിച്ചേർത്തതാണെന്ന് ആർ തന്നെ തെളിയിച്ചാലും ഞങ്ങളിൽ നിന്ന് അതിനെ തള്ളിക്കളയുവാൻ ഏതവസരത്തിലും ഞങ്ങൾ സന്നദ്ധരാണ്. അതുപോലെ ഖുർആന്റെയും സുന്നത്തിന്റെയും ശിക്ഷണത്തിലുള്ള ഒന്നും ഞങ്ങളുടെ പക്കലില്ലെന്ന് ആർ ചൂണ്ടിക്കാണിച്ചു തരികയാണെങ്കിലും നന്ദിപൂർവം ഞങ്ങളത് കൈക്കൊള്ളും. എന്തുകൊണ്ടെന്നാൽ മുഴുവൻ ദീനിനെയും യാതൊരു ഏറ്റക്കുറവും വരുത്താതെ സ്ഥാപിക്കുവാനും അതിന് സാക്ഷ്യം വഹിക്കുവാനുമാണ് ഞങ്ങൾ ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നതെന്നിരിക്കെ ഈ ലക്ഷ്യത്തിൽ ഞങ്ങൾ കപടന്മാരാണെന്നു വന്നാൽ ഞങ്ങളിൽ പരം അക്രമികൾ മറ്റാരാണ്? ഞങ്ങളുടെ സംഘടനാ വ്യവസ്ഥയിൽ പ്രവേശിക്കുന്നവർക്ക് ഞങ്ങളുടെ അടുക്കലുള്ള ഏക ജോലി അവർ വാക്കും പ്രവർത്തനങ്ങളും വഴി ഇസ്ലാമിന് സാക്ഷ്യം വഹിക്കുകയും ഇസ്ലാമിക വ്യവസ്ഥിതി പൂർണ്ണരൂപത്തിൽ സ്ഥാപിക്കുവാനായി സംഘടിത പരിശ്രമം നടത്തുകയും അങ്ങനെ സത്യസാക്ഷ്യ കർത്തവ്യം പൂർണ്ണമായി നിറവേറ്റുകയും ചെയ്യുക എന്നതാണ്. വാക്കുമൂലമുള്ള സാക്ഷ്യത്തിന്റെ കാര്യമാണെങ്കിൽ തങ്ങളുടെ കഴിവും പ്രാപ്തിയുമനുസരിച്ച് നാവുകൊണ്ടും പേനകൊണ്ടും ഇസ്ലാമിന് ഏറ്റവും യുക്തമായ സാക്ഷ്യം വഹിക്കാൻ സന്നദ്ധരാകത്തക്ക വിധം അംഗങ്ങൾക്ക് ഞങ്ങൾ പരിശീലനം നൽകുന്നു. അഖില ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള ഇസ്ലാമിക ശിക്ഷണങ്ങളുടെ സത്യതയും സവിശേഷതയും വിജ്ഞാന സാഹിത്യങ്ങളുടെ സകല വകുപ്പുകളിലും ലോകത്തിന് സംഘടിതമായി തുറന്നുകാണിക്കും. ഈ ആവശ്യാർത്ഥം പ്രസിദ്ധീകരണ പ്രചാരണങ്ങളുടെ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തുകയും ഇതിനുള്ള സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കർമ്മം വഴിക്കുള്ള സാക്ഷ്യമാണെങ്കിൽ ഒന്നാമതായി ഓരോ വ്യക്തിയും ഇസ്ലാമിന്റെ സജീവ സാക്ഷിയായിത്തീരും. ഇസ്ലാം അതിന്റെ സാക്ഷാൽ ചൈതന്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതായി കാണാൻ കഴിയുന്ന ഒരു സുസംഘടിത സൊസൈറ്റി പ്രസ്തുത വ്യക്തികളാൽ ഉടലെടുത്ത് വളർന്നുവരികയും ചെയ്യും. പ്രസ്തുത സൊസൈറ്റി അതിന്റെ ത്യാഗപരിശ്രമങ്ങൾ വഴി നിഷിദ്ധ വ്യവസ്ഥകളുടെ അധികാരാധിപത്യം അവസാനിപ്പിച്ച് ലോകത്ത് ഇസ്ലാമിന്റെ പൂർണ്ണ പ്രാതിനിധ്യം വഹിക്കുന്ന സത്യവ്യവസ്ഥ സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ പരിശ്രമ ഉന്നം. മാന്യരെ, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതത്രേ ഞങ്ങളുടെ പരിപാടി. ഇത് ഒരു മുസ്ലിമിനെ ആക്ഷേപിക്കത്തക്ക വിഷയമായി തീർന്നേക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ സംഭവിച്ചത് ഇതാണ്. ഈ മാർഗത്തിൽ ഞങ്ങൾ കാലെടുത്തുവെച്ച ഒന്നാം ദിവസം മുതൽക്കു തന്നെ ആക്ഷേപാധിക്ഷേപങ്ങളുടെ ഒടുങ്ങാത്ത ഒരു ജലപ്രവാഹം ആർത്തിരമ്പി വരികയാണ്. എല്ലാ ആക്ഷേപങ്ങളും പരിഗണനാർഹങ്ങളല്ല. ഒരു പ്രസംഗത്തിൽ അവയെല്ലാം പ്രതിപാദിക്കുക സാധ്യവുമല്ല. അതിനാൽ നിങ്ങളുടെ ഈ നഗരത്തിൽ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളുടെ ഈ ജമാഅത്ത് ഇസ്ലാമിൽ പുതിയ കക്ഷിക്ക് അടിത്തറ പാകുകയാണെന്ന് ആക്ഷേപിക്കപ്പെടുന്നുണ്ട്. എന്നാൽ കക്ഷിത്വത്തിന്റെ സാക്ഷാൽ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് ഒരുപക്ഷെ അറിവുണ്ടായിരിക്കുകയില്ല. ദീനിൽ പാർട്ടി പിടുത്തവും കക്ഷിത്വവും സൃഷ്ടിച്ചുവിടുന്നതിന് പ്രേരകങ്ങളായ വസ്തുക്കളെല്ലാം എടുത്ത് പരിശോധിക്കുന്ന പക്ഷം അവ 4 ഇനങ്ങളായി വിഭജിക്കാം. ഒന്ന്, സാക്ഷാൽ ദീനിൽ ഇല്ലാത്ത എന്തെങ്കിലുമൊന്ന് കൂട്ടിച്ചേർത്ത് അതിനെ കുഫറും ഈമാനും തമ്മിലുള്ള ഭിന്നിപ്പിനോ സന്മാർഗവും ദുർമാർഗവും തമ്മിലുള്ള വ്യത്യാസത്തിനോ അടിത്തറയാക്കുക. 2, ദീനിലെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രശ്നത്തിന് കിതാബും സുന്നത്തും അനുസരിച്ച് അതിന് ലഭിച്ചിട്ടില്ലാത്ത പ്രാധാന്യം നൽകുകയും എന്നിട്ട് അതേ പ്രശ്നത്തെ കക്ഷിത്വത്തിന് അടിസ്ഥാനമാക്കുകയും ചെയ്യുക. 3, ഗവേഷണാത്മകവും ഇജ്തിഹാദീപരവുമായ പ്രശ്നങ്ങളിൽ അതിരുകവിയുകയും അത്തരം പ്രശ്നങ്ങളിൽ തങ്ങളുടേതല്ലാത്ത മാർഗങ്ങൾ അവലംബിച്ചവരെ പിഴച്ചവരോ ഫാസിക്കുകളോ കാഫിറുകളോ ആയി വിധി കൽപ്പിക്കുകയോ ചുരുങ്ങിയത് അവരോട് വിവേചനപരമായി പെരുമാറുകയോ ചെയ്യുക. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷമുള്ള ഏതെങ്കിലും ഒരാളുടെ പ്രത്യേക വ്യക്തിത്വത്തിൽ അതിരുകവിയുകയും അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത് ഈമാനും കുഫറിനും മാനദണ്ഡമായി തീരുന്ന വിധത്തിലുള്ള വല്ല സ്ഥാനപദവിയും അയാൾക്കുള്ളതായി വാദിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന തങ്ങളിൽ പ്രവേശിച്ചവർ മാത്രമാണ് സത്യത്തിലെന്നും മറ്റു മുസ്ലിങ്ങളെല്ലാം അസത്യത്തിലാണെന്നും വാദിക്കുക. ഞാൻ ചോദിക്കുന്നു, പ്രസ്തുത 4 ഇനങ്ങളിൽ ഏതിനത്തിൽപ്പെട്ട അബദ്ധമാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്? ഇന്ന ഇനത്തിൽ ഞങ്ങൾ തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് തെളിവുകൾ സഹിതം ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരുന്ന പക്ഷം ഞങ്ങൾ ഉടൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നതാണ്. തെറ്റുതിരുത്തി സ്വയം സംസ്കരിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ ഒരിക്കലും അലസന്മാരാവുകയില്ല. എന്തുകൊണ്ടെന്നാൽ കക്ഷിത്വവും ഭിന്നിപ്പും സൃഷ്ടിക്കുവാനല്ല, അള്ളാഹുവിന്റെ ദീൻ സ്ഥാപിക്കുവാനാണ് ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അത്തരം യാതൊരു അബദ്ധവും ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി കക്ഷിത്വം ഉടലെടുക്കുമെന്ന് ഭയപ്പെടുന്നതെങ്ങനെ? സാക്ഷാൽ ഇസ്ലാം, ഏറ്റക്കുറവുകളില്ലാത്ത പൂർണ്ണ ഇസ്ലാം കയ്യിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത്.
വരുവിൻ, നമുക്ക് ഒത്തുചേർന്ന് അതിനെ ഫലത്തിൽ സ്ഥാപിക്കുകയും ലോകത്തിനു മുമ്പിൽ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ് മുസ്ലിങ്ങളോടുള്ള നമ്മുടെ പ്രബോധനം. ദീനിന്റെ ഏതെങ്കിലും ഒരു പ്രശ്നത്തെയോ ചില പ്രശ്നങ്ങളെയോ അല്ല, മുഴുവൻ ദീനിനെയാണ് സംഘടനയുടെ അടിസ്ഥാനമായി ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. ഇജ്തിഹാദീപരമായ പ്രശ്നങ്ങളിൽ ശരീഅത്തിന്റെ നിയമവ്യവസ്ഥയിൽ പഴുതുള്ള എല്ലാ മദ്ഹബുകളും മാർഗങ്ങളും സത്യമെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. പ്രസ്തുത മദ്ഹബുകളിൽ തനിക്ക് സംതൃപ്തി തോന്നുന്ന ഒന്നിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള അവകാശം സ്വന്തം നിലയ്ക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ വകവെച്ചു കൊടുക്കുന്നുമുണ്ട്. എന്നാൽ ഇജ്തിഹാദീപരമായ ഏതെങ്കിലും ഒരു പ്രത്യേക മാർഗത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പിടുത്തവും കക്ഷിമാത്സര്യവും ഞങ്ങൾ അനുവദിക്കുന്നതല്ല. സ്വന്തം പാർട്ടിയെ സംബന്ധിച്ച് അതിരുകവിഞ്ഞ യാതൊരു വിശ്വാസവും ഞങ്ങൾ വെച്ചു പുലർത്തുന്നില്ല. സത്യം ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ മാത്രം പരിമിതമാണെന്ന് ഞങ്ങൾ ഒരിക്കലും വാദിച്ചിട്ടുമില്ല. ഞങ്ങളുടെ കർത്തവ്യത്തെക്കുറിച്ച് ബോധം വന്നപ്പോൾ അത് നിർവഹിക്കുവാനായി ഞങ്ങൾ മുന്നോട്ടു വന്നു എന്നേയുള്ളൂ. അതോടൊപ്പം നിങ്ങൾക്കുള്ള കർത്തവ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ചേർന്നോ വേറിട്ടോ സംഘടിച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കർത്തവ്യം നിർവഹിക്കാം. ഇനി മറ്റാരെങ്കിലും കർത്തവ്യം നിർവഹിക്കുന്നതായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായി സഹകരിക്കാം. ഇമാറത്തിന്റെ അഥവാ നേതൃത്വത്തിന്റെ വിഷയത്തിലും അതിരുകവിഞ്ഞ നിലപാട് ഞങ്ങൾ വെച്ചു പുലർത്തുന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിത്വത്തെ അവലംബിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ നേതാവിന് ഏതെങ്കിലും ചില പ്രത്യേക പദവികൾ ഞങ്ങൾ വാദിക്കുന്നുമില്ല. അയാളെക്കുറിച്ച് മാഹാത്മ്യങ്ങളുടെയും വെളിപാടുകളുടെയും അത്ഭുതകൃത്യങ്ങളുടെയും കഥകൾ പ്രചാരണം ചെയ്യപ്പെടുന്നുമില്ല. അയാളോടുള്ള വ്യക്തിവിശ്വാസത്തിനുമേൽ പാർട്ടി കെട്ടിപ്പടുക്കപ്പെട്ടിട്ടില്ല. ആ വ്യക്തിത്വത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നുമില്ല. നേതാവിന്റെ പ്രവചനങ്ങൾ, സ്വപ്നങ്ങൾ, വെളിപാടുകൾ, അത്ഭുതങ്ങൾ, മാഹാത്മ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് ഞങ്ങളുടെ പ്രസ്ഥാനം തികച്ചും പരിശുദ്ധമാണ്. ഇവിടെ ക്ഷണം വ്യക്തിയിലേക്കോ വ്യക്തികളിലേക്കോ അല്ല. വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമനുസരിച്ച ഓരോ മുസ്ലിമിന്റെയും ജീവിത ലക്ഷ്യമേതോ ആ ലക്ഷ്യത്തിലേക്കാണ്. ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന തത്വസംഹിതയിലേക്കാണ്. ഈ ലക്ഷ്യപ്രാപ്തിക്കായി ഈ തത്വങ്ങളനുസരിച്ച് ഞങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ പാർട്ടിയിൽ സമനിലയിൽ അംഗങ്ങളാവുന്നു. ഈ അംഗങ്ങൾ തങ്ങളിൽ നിന്ന് ഒരാളെ അമീറായി അഥവാ നേതാവായി തെരഞ്ഞെടുക്കുന്നു. ഇമാറത്ത് അഥവാ നേതൃത്വം അയാളുടെ വ്യക്തിപരമായ അവകാശമാണെന്ന നിലയ്ക്കല്ല, സംഘടിതമായുള്ള ഏതു പ്രവർത്തനത്തിനും ഒരു നേതാവ് കൂടിയേ കഴിയൂ എന്നതുകൊണ്ട് മാത്രം. തെരഞ്ഞെടുക്കപ്പെട്ട ഈ അമീർ നീക്കം ചെയ്യപ്പെടാവുന്നതും സംഘടനയിൽ ഉള്ള മറ്റൊരു വ്യക്തി തൽസ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടാവുന്നതുമാണ്. ഈ അമീർ മുഴുവൻ മുസ്ലിം സമുദായത്തിന്റെയും അമീർ അല്ല, ഈ പാർട്ടിയുടെ മാത്രം അമീറാണ്. പാർട്ടിയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ അയാളെ അനുസരിക്കൽ നിർബന്ധമുള്ളൂ. അയാളുടെ കൈക്ക് ബൈഅത്ത് ചെയ്യാത്തവർ ജാഹിലിയ്യ മരണം വരിക്കുമെന്ന യാതൊരു ധാരണയും ഞങ്ങളുടെ ഹൃദയത്തിലില്ല. ഞങ്ങളുടെ പ്രവർത്തനമാർഗം ഇതാണെങ്കിൽ ഈ പ്രസ്ഥാനം വഴി സമുദായത്തിൽ ഒരു പുതിയ വർഗം എങ്ങനെയാണ് ഉടലെടുക്കുകയെന്ന് അള്ളാഹുവെ മുൻനിർത്തി ഒന്ന് പറഞ്ഞു തന്നാലും. നൂറ്റാണ്ടുകളായി ഇതേ അബദ്ധത്തിൽപ്പെട്ട് കഴിയുന്ന ജനങ്ങളാണ് ഈ ആരോപണങ്ങൾ ഞങ്ങളുടെ നേർക്ക് തൊടുത്തുവിടുന്നത് എന്നുള്ളതാണ് ഏറെ വിചിത്രമായിട്ടുള്ളത്. അവർ കാരണം പാർട്ടി പിടുത്തവും കക്ഷിമാത്സര്യവുമാകുന്ന നാശം പടർന്നു പിടിക്കുന്നു. സ്വപ്നങ്ങളും വെളിപാടുകളും അത്ഭുതകൃത്യങ്ങളുമാണ് അവരുടെ ചർച്ചാവിഷയങ്ങൾ. തങ്ങളുടെ സകല പ്രവർത്തനങ്ങളും ഏതെങ്കിലും ഒരു ഹദറത്തിനോടുള്ള വ്യക്തിവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നു പോരുന്നത്. ചില പ്രത്യേക വ്യക്തികൾക്ക് ചില പ്രത്യേക സ്ഥാനപദവികൾ അവർക്കിടയിൽ വാദിക്കപ്പെടുന്നു. ശാഖാപരമായ പ്രശ്നങ്ങളിലുള്ള തർക്കവിതർക്കങ്ങളും വാദപ്രതിവാദങ്ങളും അവരിൽ സർവ്വസാധാരണമാണ്. മദ്ഹബുകളുടെ അടിസ്ഥാനത്തിൽ ചേരിപിരിച്ചിലും കക്ഷിമത്സരങ്ങളും നിത്യസംഭവങ്ങളാണ്. വെറുപ്പ് വിചാരിക്കുകയില്ലെങ്കിൽ ഞാൻ തുറന്നു പറയട്ടെ, അവരെ അരിശം കൊള്ളിച്ച സാക്ഷാൽ അപരാധം ഞങ്ങളെപ്പറ്റി അവർ പുറത്തു പറയുന്നതല്ല. പ്രത്യുത അവരുടെ ഇച്ഛകൾക്കിഷ്ടമില്ലാത്ത സാക്ഷാൽ ദീനീ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പ്രബോധനം നടത്തി എന്നുള്ളതാണ്. അവരിതുവരെ കൈക്കൊണ്ട മാർഗങ്ങളുടെ അബദ്ധം നഗ്നമായി പുറത്തുവരാൻ ഇടയാക്കുന്ന വിധം പ്രസ്തുത ജോലിക്കായി ഞങ്ങൾ ശരിയായ മാർഗം അവലംബിച്ചു എന്നുള്ളതാണ്. ഞങ്ങളോട് പറയപ്പെടുന്നു, ദീനിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് സസന്തോഷം ചെയ്തുകൊള്ളുക. പക്ഷേ അതിനായി ഒരു പ്രത്യേക സംഘടന ഒരു പ്രത്യേക പേരിൽ എന്തിനു സ്ഥാപിച്ചു? അതുവഴി സമുദായത്തിൽ പിളർപ്പുണ്ടാവുകയാണ് ചെയ്യുക. വാസ്തവത്തിൽ അതിവിചിത്രമായ ഒരാക്ഷേപമാണ് ഇത്.
ഞാൻ അമ്പരക്കുകയാണ്. മതപരമായ കക്ഷിമത്സരങ്ങൾക്കും തനി ഭൗതിക താൽപ്പര്യങ്ങൾക്കും വേണ്ടി പാശ്ചാത്യൻ പ്രജായത്ത രീതിയിലോ ഫാസിസ്റ്റ് സമ്പ്രദായത്തിലോ മുസ്ലിങ്ങളുടെ തന്നെ സംഘടനകൾ പ്രത്യേക പേരുകളോടുകൂടി ഉടലെടുക്കുകയാണെങ്കിൽ അത് ശാന്തമനസ്സോടെ സഹിച്ചുപോരുന്നു. എന്നാൽ ദീനിന്റെ സാക്ഷാൽ പ്രവർത്തനങ്ങൾക്കായി തനി ഇസ്ലാമിക തത്വങ്ങൾ അനുസരിച്ച് വല്ല സംഘടനയും രൂപീകൃതമാകുന്ന പക്ഷം ഉടൻ സമുദായത്തിൽ പിളർപ്പിന്റെയും ഭിന്നിപ്പിന്റെയും അപകടമണി മുഴങ്ങിത്തുടങ്ങുകയായി. സഹിക്കാൻ കഴിയാത്തതായി ഈയൊരു സംഘടനാ രൂപീകരണം മാത്രമേയുള്ളൂ. ഇതിൽ നിന്ന് സംശയിക്കേണ്ടത് ആക്ഷേപകർക്ക് യഥാർത്ഥത്തിലുള്ള അമർഷം സംഘടനാ രൂപീകരണത്തോടല്ല, ദീനിന്റെ സാക്ഷാൽ ജോലി നിർവഹിക്കുന്നതിനായി സംഘടന രൂപീകരിക്കുന്നതിലാകുന്നു. എന്നിരുന്നാലും അത്തരക്കാരെ വിനയപൂർവ്വം ഞാൻ ഉണർത്തുന്നു. സംഘടന ഉണ്ടാക്കുക എന്ന ഈ അപരാധം ഒരു വിനോദമായിട്ടല്ല, നിർബന്ധിതരായിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. സംഘടനാ രൂപീകരണത്തിനു മുമ്പ് പല വർഷങ്ങളോളം ഞാൻ ഒറ്റയ്ക്കുതന്നെ സമുദായത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. അല്ലയോ മുസ്ലിങ്ങളെ, ഏതേത് മാർഗങ്ങളിലാണ് നിങ്ങളുടെ കഴിവുകളും പരിശ്രമങ്ങളും ദുർവ്യയം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സാക്ഷാൽ ജോലി ഇതാണ്. മുഴുവൻ ത്യാഗപരിശ്രമങ്ങളും ഇതൊന്നിൽ കേന്ദ്രീകരിക്കുക എന്ന് ഞാൻ അവരെ ഉണർത്തിക്കൊണ്ടേയിരുന്നു. ഈ ക്ഷണം എല്ലാ മുസ്ലിങ്ങളും സ്വീകരിച്ചിരുന്നുവെങ്കിൽ മുസ്ലിങ്ങളിൽ ഒരു പാർട്ടി എന്നതിനു പകരം മുസ്ലിങ്ങളുടെ ഒരു പാർട്ടി രൂപീകൃതമാകുമായിരുന്നു. ചുരുങ്ങിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമെങ്കിലും സാക്ഷാൽ അൽ ജമാഅത്ത്, ഏതൊന്നിന്റെ സാന്നിധ്യത്തിൽ മറ്റൊരു പാർട്ടി രൂപീകരിക്കുക ശരീഅത്തിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണോ ആ അൽ ജമാഅത്ത് പ്രത്യക്ഷത്തിൽ വരുമായിരുന്നു. അഥവാ മുസ്ലിങ്ങളുടെ വിവിധ സംഘടനകളിൽ ഒന്നെങ്കിലും ആ പ്രബോധനം അംഗീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ അതുകൊണ്ടെങ്കിലും ഞങ്ങൾ തൃപ്തിയടഞ്ഞ് സസന്തോഷം അതിൽ പ്രവേശിക്കുമായിരുന്നു. പക്ഷേ വിളിച്ച് വിളിച്ച് ഞങ്ങൾ തളർന്നു. കേൾക്കാൻ ആരും സന്നദ്ധരായില്ല. അപ്പോൾ നിർബന്ധിതരായി ഞങ്ങൾ തീരുമാനിച്ചു, ഈ ജോലി സത്യമെന്നും നിർബന്ധമെന്നും ഗ്രഹിച്ചു കഴിഞ്ഞ ജനങ്ങൾ സ്വയം സംഘടിച്ച് അതിനായി സാമൂഹിക പരിശ്രമം നടത്തണമെന്ന്. ഇതല്ലാതെ മറ്റെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? ഈ ജോലി നിർബന്ധമാണെന്നതിനെ നിങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ അതിനുള്ള തെളിവൊന്ന് കേൾക്കട്ടെ. ഇനി നിഷേധിക്കുന്നില്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള വിവിധ സംഘടനകൾ ഇതേ കർത്തവ്യമാണോ വാസ്തവത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തന്നാലും. ഇതൊന്നുമല്ലെങ്കിൽ പിന്നെ കർത്തവ്യം മനസ്സിലാക്കി അത് നിർവഹിക്കുവാൻ മുന്നിട്ടിറങ്ങുന്നവരെ അപരാധികളായി ഗണിക്കാൻ മാത്രം നിങ്ങളിന്ന് അധപതിച്ചു പോയിരിക്കുകയാണോ? ഞങ്ങളുടെ നേരെ ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു ആക്ഷേപം, നിങ്ങളുടെ നേതാവിന് അമീർ എന്ന വാക്ക് എന്തിനു സ്വീകരിച്ചു? പരമാധികാരമുള്ള ആൾക്കു മാത്രമേ അമീറെന്നോ ഇമാമെന്നോ പറയപ്പെടാവൂ എന്നാണ്. ഈ വാദത്തിന് ഉപോത്ബലകമായി ചില ഹദീസുകളും എടുത്ത് ഉന്നയിക്കപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കപ്പെടുന്നു, ഇമാമത്ത് എന്നാൽ ജ്ഞാനത്തിന്റെയോ നമസ്കാരത്തിന്റെയോ യുദ്ധത്തിന്റെയോ ഇമാമാണ്. ഇത് മൂന്നുമല്ലാതെ ഇമാമത്തിന്റെ മറ്റൊരിനവും ശരീഅത്തിലില്ല എന്ന്. ഇസ്ലാമിക വ്യവസ്ഥിതി രാഷ്ട്രീയാധിപത്യ ഘട്ടത്തിൽ പ്രവേശിക്കുകയും പരമാധികാരമുള്ള ഇമാമത്ത് സ്ഥാപിതമാവുകയും ചെയ്തിരുന്ന കാലത്തെ സംബന്ധിക്കുന്ന ഫിഖ്ഹും ഹദീസുകളും മാത്രമേ ഈ ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് അറിയുകയുള്ളൂ. മുസ്ലിങ്ങളുടെ സംഘടനയ്ക്ക് അധികാരശക്തി നഷ്ടപ്പെടുകയും ഇസ്ലാമിന്റെ സംഘടനാ വ്യവസ്ഥ താറുമാറാവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലേക്കുള്ള ശരീഅത്ത് വിധികൾ എന്തൊക്കെയെന്ന് അവർക്കറിഞ്ഞുകൂടാ. ഞാൻ അവരോട് ചോദിക്കുന്നു, അത്തരം പരിതസ്ഥിതിയിൽ മുസ്ലിങ്ങളിൽ ഓരോ വ്യക്തിയും ഒറ്റപ്പെട്ട് നിലകൊള്ളുകയും അല്ലാഹുവേ രാഷ്ട്രീയാധികാരമുള്ള ഒരു ഇമാമിനെ അയച്ചു തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയുമാണോ വേണ്ടത്? അതല്ല, അത്തരം ഇമാമത്ത് സ്ഥാപിക്കുവാൻ വല്ല സംഘടിത ശ്രമവും വേണ്ടതുണ്ടോ? ഉണ്ടെന്നു തന്നെയാണ് അവർ പറയുന്നതെങ്കിൽ സംഘടന രൂപീകരിക്കാതെ മറ്റു വല്ല സംഘടിത പരിശ്രമവും സാധ്യമാണോ എന്ന് അവർ തന്നെ സദയം പറഞ്ഞു തരേണ്ടതാണ്. സംഘടനയുണ്ടാക്കാതെ ഗത്യന്തരമില്ലെന്ന് സമ്മതിക്കുന്നുവെങ്കിൽ ഒരു നേതാവിനെ കൂടാതെ ഏതെങ്കിലും സംഘടന വ്യവസ്ഥാപിതമായി നടക്കുക സാധ്യമാണോ? നേതാവിന്റെ ആവശ്യകതയും അവർ അംഗീകരിക്കുന്നുവെങ്കിൽ ഇസ്ലാമിക ലക്ഷ്യത്തിനായി രൂപീകരിക്കപ്പെടുന്ന ഇസ്ലാമിക സംഘടനയുടെ നേതാവിന് ഇസ്ലാമിൽ എന്ത് സാധനമാണ് അവഗണിച്ചു അവർക്കുന്നത് തന്നാൽ സാംഘിക പദമാണ് ഞങ്ങൾ സ്വീകരിച്ചു. സാംഘപദം ഏതാണ്? ഇസ്ലാം സാംഘിക പദമായി ഞങ്ങൾ സ്വീകരിക്കാം. ിൽ ലഭിനിശമുള്ള ഇസ്ലാമിൽ ദേശമെന്നും അധികമില്ലാവസ്ഥയിൽ അതെ കരാക്കണതിന് അതൊരു നിശവും നൽകിയെന്നും അതിനുന്നവർ അനിശ്ചിക പരികളും അനിശ്ചിത പദം സ്വീകരിക്കൊണ്ട് അധികം നിർക്കേണ്ടെന്നും തുറന്നേട്ടെ. അല്ലാതെ ഉദ്യമെങ്കിൽ അതൻ ലീഡർ ഇത് തുടങ്ങിയ സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കുന്നത് അവർ സസന്തോഷം സഹിക്കുകയും എന്നാൽ അമീർ എന്ന ഇസ്ലാമിക സാങ്കേതിക പദം കേൾക്കുന്ന മാത്രയിൽ വിരളിയെടുക്കുകയും ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയാത്ത കടങ്കഥയായിരിക്കുന്നു. ഈ പ്രശ്നം ഗ്രഹിക്കുന്നതിൽ പൊതുവെ ജനങ്ങൾക്ക് വിഷമം നേരിടുന്നതിന് കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് അമീറെന്നോ ഇമാമെന്നോ ഉള്ള സാങ്കേതിക പദങ്ങൾ ഉപയോഗപ്പെട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിതമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇസ്ലാമിക ഭരണം നിലവിലില്ലാതിരുന്ന ഘട്ടത്തിൽ തിരുമേനി തന്നെ പ്രവാചകനെന്ന നിലയ്ക്ക് ഇഖാമത്തുദ്ദീനിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ ഇമാറത്തിന്റെയോ ഇമാമത്തിന്റെയോ സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കേണ്ടുന്ന യാതൊരു സന്ദർഭവും ഉണ്ടായിരുന്നില്ല. എന്നാൽ മുസ്ലിങ്ങളുടെ എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലും ഇസ്ലാം ക്രമവും വ്യവസ്ഥയും ആവശ്യപ്പെടുന്നുണ്ടെന്ന് ഇസ്ലാമിന്റെ മുഴുവ്യവസ്ഥയും മുമ്പിൽ വെച്ച് പരിശോധിക്കുന്ന പക്ഷം നിഷ്പ്രയാസം ഗ്രഹിക്കാവുന്നതാണ്. അതിന് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ശരിയായ രൂപമാകട്ടെ പ്രവർത്തനം സംഘടിതമായി നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ്. സംഘടനയിൽ അനുസരണവും അച്ചടക്കവും ഉണ്ടായിരിക്കണം. ഒരു വ്യക്തി അതിന്റെ അമീർ അഥവാ നേതാവ് ആയിരിക്കുകയും വേണം. നമസ്കാരം നിർവഹിക്കുമ്പോൾ സംഘടിതമായി നിർവഹിക്കുകയും അതിനൊരു ഇമാം അഥവാ നേതാവ് ഉണ്ടായിരിക്കുകയും വേണം. ഹജ്ജാണെങ്കിൽ അതും സംഘടിതമായും അമീറിന് കീഴിലായും നിർവഹിക്കണം. എന്നല്ല, മൂന്നാളുകൾ യാത്ര പുറപ്പെടുന്ന പക്ഷം അവരും സംഘടിതരായി യാത്ര ചെയ്യേണ്ടതും തങ്ങളിൽ ഒരാളെ അമീറാക്കേണ്ടതുമാകുന്നു. ഇദാ ഖറജ സലാസത്തുൻ ഫീ സഫറിൻ ഫൽയുഅമ്മിറു അലൈഹിം അഹദഹും. മൂന്നാളുകൾ യാത്ര പുറപ്പെട്ടാൽ അവരിൽ ഒരാളെ അമീർ ആക്കട്ടെ. ഇസ്ലാമിക ശരീഅത്തിന്റെ ഈ ആത്മാവിനെയാണ് ഉമർഘടിതരായി യാത്ര ചെയ്യേണ്ടതും തങ്ങളിൽ ഒരാളെ അമീറാക്കേണ്ടതുമാകുന്നു. ഇദാ ഖറജ സലാസത്തുൻ ഫീ സഫറിൻ ഫൽയുഅമ്മിറു അലൈഹിം അഹദഹും. മൂന്നാളുകൾ യാത്ര പുറപ്പെട്ടാൽ അവരിൽ ഒരാളെ അമീർ ആക്കട്ടെ. ഇസ്ലാമിക ശരീഅത്തിന്റെ ഈ ആത്മാവിനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിവരിച്ചത്: ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ വലാ ഇമാറത ഇല്ലാ ബിൽ ഇത്വാഅ. സംഘടന കൂടാതെ ഇസ്ലാമില്ല, നേതൃത്വമില്ലാതെ സംഘടനയില്ല, അനുസരണമില്ലാതെ നേതൃത്വവും ഇല്ല. ആകയാൽ ഇഖാമത്തുദ്ദീനിനും സത്യസാക്ഷ്യ നിർവഹണത്തിനും വേണ്ടിയുള്ള ത്യാഗപരിശ്രമങ്ങൾക്കായി രൂപീകരിക്കപ്പെടുന്ന സംഘടനയുടെ നേതാവിന് അമീർ എന്നോ ഇമാം എന്നോ ഉപയോഗിക്കുന്നത് തികച്ചും ശരിയും ന്യായവും ആണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇമാം എന്ന പദത്തിൽ ചില പ്രത്യേക അർത്ഥങ്ങൾ പറ്റിപ്പിടിച്ചു കഴിഞ്ഞിട്ടുള്ളത് നിമിത്തം കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായി പ്രസ്തുത വാക്കുപേക്ഷിച്ച് അമീർ എന്ന പദമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇவ்விധം സംഘടനയുടെ നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് സക്കാത്ത് പിരിച്ചെടുക്കാൻ അവകാശമില്ലെന്നും ഇസ്ലാമിക ഗവൺമെന്റിന്റെ അമീറിനു മാത്രമേ അതിന് അധികാരമുള്ളൂ എന്നുമുള്ള അതിവിചിത്രമായ ഒരാക്ഷേപവും ഇവിടെ കേൾക്കാൻ കഴിഞ്ഞു. സക്കാത്ത് പിരിച്ചെടുക്കുന്നത് സംബന്ധിച്ചുള്ള ഞങ്ങളുടെ പരിപാടി ആക്ഷേപം പുറപ്പെടുവിക്കുന്നവർക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല. മുസ്ലിങ്ങളെല്ലാം അവരുടെ സക്കാത്ത് ബൈത്തുൽമാലിൽ കൊണ്ടുവന്നടയ്ക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളെ ഏൽപ്പിക്കാത്തവരുടെ സക്കാത്ത് വീടുകയില്ലെന്നും ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സക്കാത്ത് ജമാഅത്തിന്റെ ബൈത്തുൽമാലിൽ അടയ്ക്കണം എന്ന് ഞങ്ങളുടെ ജമാഅത്തിലെ അംഗങ്ങളോട് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരീഅത്തിന്റെ വിവക്ഷയനുസരിച്ച് സംഘടിതമായി സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുവാൻ മുസ്ലിങ്ങൾ ശീലിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നതിൽ ശരീഅത്തിന്റെ ദൃഷ്ടിയിൽ വല്ല ദോഷവുമുണ്ടെങ്കിൽ അതെന്താണെന്നും ശരീഅത്തിലെ ഏത് വിധിക്കാണ് അതെതിരെന്നും ദയവു ചെയ്ത് ആരെങ്കിലും പറഞ്ഞു തന്നാലും. നമസ്കാരം അസംഘടിതമായി വീടുകളിൽ വെച്ച് നിർവഹിക്കുന്നതിനു പകരം സംഘടിതമായി നിർവഹിക്കണമെന്ന് ജനങ്ങളോട് പറയുവാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ സക്കാത്ത് ഒറ്റയ്ക്കൊറ്റയ്ക്കായി കൊടുക്കുന്നതിനു പകരം കൂട്ടായി നിർവഹിക്കണമെന്ന് പറയുവാൻ ഞങ്ങൾക്ക് എന്തുകൊണ്ട് അവകാശമില്ല? വരിസംഖ്യ പിരിക്കുകയാണെങ്കിൽ തരക്കേടില്ല. പ്രവേശന ഫീസും അംഗത്വ ഫീസും നിശ്ചയിക്കുകയാണെങ്കിൽ അതും നല്ലത്. പക്ഷേ അള്ളാഹുവും റസൂലും നിശ്ചയിച്ച കർത്തവ്യം നിർവഹിക്കുവാനായി ഉത്ബോധിപ്പിക്കുകയാണെങ്കിലോ അതങ്ങേയറ്റം നിഷിദ്ധം. എത്ര വിചിത്രമാണിത്! ഇതിലും രസാവഹമായ മറ്റൊരാക്ഷേപം ഞങ്ങളെന്തിന് ബൈത്തുൽമാൽ സ്ഥാപിച്ചു എന്നുള്ളതാണ്. ഇത്തരം ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ ഇസ്ലാമിന്റെ സാങ്കേതിക പദങ്ങളോട് തന്നെ ഇക്കൂട്ടർക്കെന്തോ അമർഷമുള്ളതുപോലെ തോന്നിപ്പോകുന്നു. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ധനം ചെലവഴിക്കാൻ വേണ്ടിയുള്ള ഖജനാവ് ഏതൊരു പാർട്ടിയും സംഘടനയും സ്ഥാപിക്കും എന്നുള്ളത് വ്യക്തമാണ്. ഞങ്ങളുടെ സംഘടനയ്ക്കും അങ്ങനെയൊന്നുണ്ട്. ഞങ്ങളതിന് ബൈത്തുൽമാൽ എന്ന് പറയുന്നു. കാരണം അതാണ് ഇസ്ലാമിക സാങ്കേതിക പദം. ഖജാന എന്നാണ് ഞങ്ങൾ അതിനെ വിളിച്ചതെങ്കിൽ ഇവർക്ക് യാതൊരാക്ഷേപവും ഉണ്ടാകുമായിരുന്നില്ല. ട്രഷറി എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇവർ സന്തുഷ്ടരാകുമായിരുന്നു. എന്നാൽ ഒരു ഇസ്ലാമിക സാങ്കേതിക പദം ഉപയോഗിച്ചപ്പോൾ അവർക്കത് സഹിക്കാനാവുന്നില്ല. ഈ ആക്ഷേപങ്ങളിൽ മിക്കതും അങ്ങേയറ്റം നിരർത്ഥങ്ങളാണ്. അവയെടുത്തുന്നയിച്ച് മറുപടി നൽകിക്കൊണ്ട് സദസ്യരുടെ സമയം പാഴാക്കുവാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുമായിരുന്നില്ല. എന്നാൽ ആക്ഷേപങ്ങളുടെ ചില മാതൃകകൾ ഇവിടെ എടുത്തുന്നയിച്ചതിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്. അതായത് കർത്തവ്യങ്ങൾ സ്വയം നിർവഹിക്കുവാനോ മറ്റുള്ളവരെ നിർവഹിക്കുവാൻ അനുവദിക്കാനോ ഒരുക്കമില്ലാത്ത ജനങ്ങൾ എത്തരം കുതന്ത്രങ്ങളും ഒഴികഴിവുകളും ആക്ഷേപങ്ങളും സംശയങ്ങളുമാണ് തെരഞ്ഞുപിടിച്ചു കൊണ്ടുവരികയെന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് സ്വയം പിന്തിരിയുവാനും മറ്റുള്ളവരെ പിന്തിരിപ്പിക്കുവാനും എന്തൊക്കെ ശ്രമങ്ങളാണ് അവർ നടത്തുകയെന്നും ഇത്
ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാവുന്നതാണ്. വഴക്കും വക്കാണവും തർക്കവിതർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഞങ്ങളുടെ മാർഗമല്ല. ഞങ്ങളുടെ വിഷയം നേർക്കുനേരെ ഗ്രഹിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ ഗ്രഹിപ്പിക്കാൻ ഏതവസരത്തിലും ഞങ്ങൾ തയ്യാറുണ്ട്. ഞങ്ങളുടെ അബദ്ധങ്ങൾ ന്യായമായ മാർഗേണ ഞങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ വല്ലവരും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഗ്രഹിക്കുവാനും ഞങ്ങൾ ഒരുക്കമാണ്. എന്നാൽ സ്വയം കെട്ടിപ്പിണയുകയും മറ്റുള്ളവരെ കെട്ടിപ്പിണയ്ക്കുകയും മാത്രമാണ് ഒരാളുടെ ലക്ഷ്യമെങ്കിൽ അങ്ങനെയുള്ളവരുമായി ഇടപെടുവാൻ ഞങ്ങളൊട്ടും ഇഷ്ടപ്പെടുകയില്ല. തന്റെ ജോലി താൻ ഉദ്ദേശിക്കുന്ന കാലത്തോളം നടത്തിക്കൊണ്ടുപോകുവാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.